റമദാനിന്റെ 17 അന്ന് ഒരു വാഹനമെടുത്ത് നിങ്ങൾ ഈ അയനിക്കോട് മുതൽ വണ്ടൂര്, വാണിയമ്പലം, അങ്ങനെ തുവ്വൂര്, വാണ്ടിക്കാട്, പട്ടിക്കാട് കൂടെ ഇങ്ങനെ കറങ്ങി നടന്നാൽ പള്ളികളിൽ നിന്ന് ചില വിളികൾ കേൾക്കും, ചില വിളികൾ കേൾക്കും. ബദരീങ്ങളെ ബറകത്തിനാൽ തുണയാക്കണം യാ റബ്ബനാ. പിന്നെ അറബിയിൽ കുറേ യാഹിലി ബദരി ശുഹദാ, 100 കണക്കിന് പ്രാർത്ഥനകൾ അടങ്ങുന്നത്. ആരോടാണ്? അതിനകത്തുള്ള കാമ്പ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബദരീങ്ങളോടാണ്. ബദരീങ്ങൾ ആരോടാ പ്രാർത്ഥിച്ചത്? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ ബദറിന്റെ സമയത്ത് റബ്ബിനോട് ഇസ്തിഗാസ ചോദിച്ചപ്പോൾ 1000 മലായികത്തുകൾ ഇറക്കിയിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹനോടാ ഇസ്തിഗാസ നടത്തിയത് ബദരീങ്ങള്. ആ ബദരീങ്ങളോടാണ് റമദാനിൽ പള്ളികളിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം വരുന്ന പള്ളികളുടെ അകത്തുനിന്ന് ഈ ശബ്ദം കേൾക്കാൻ തുടങ്ങി. റമദാൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ വരാൻ തുടങ്ങുമ്പോൾ പിന്നെ കേൾക്കുന്നത് എന്താ? വേറെ ആള് പേരുമാറാണ്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക കദഹസൻതു ലന്നി യാ ബശീറു യാ നദീറു. അബ്ദുക്കൽ മിസ്കീൻ, നബിയെ അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു, എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരണം നബിയെ. നബി ആരാ? നബി ഒരു ദിവസം 100 തവണ അള്ളാഹുവിനോട് ഫഇന്നി അതൂബു വഅസ്തഗ്ഫിറു ഫിൽ യൗമി 70 മറ, 70 തവണ റബ്ബിനോട് തൗബ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന നബിയാ. ആ നബിനോടാണ് പറയുന്നത്, അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. കേൾക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര സലാം പറച്ചിലാണ്. യാ മാഹിദ്ദുനൂബ്, പാപങ്ങൾ മായിച്ചു കളയുന്ന നബിയേ. യാ ജാലിൽ ഖുറൂബ്, ഞങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരുന്ന നബിയേ. എല്ലാ നബിയിലേക്കാ പോണത്. അതും കഴിഞ്ഞാൽ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ, അടുത്ത റബീഉൽ അവ്വൽ കഴിഞ്ഞ റബീഉൽ ആഖിർ വന്നാൽ ജീലാനി ദിനം നടക്കുകയാണ്, ജീലാനി ആണ്ട് നടക്കുകയാണ്. നല്ല വമ്പന്മാരായ പോത്തുകളെ കൊണ്ടുവന്ന് ഇറക്കാണ്. വലിയൊരുനാക്ക് 6 പോത്താണെങ്കിൽ ജീലാനിക്ക് 36 പോത്താണ്. കാരണം അള്ളാനേക്കാ വലുതാണ് ചിലത്. വലിയൊരുനാക്ക് 5 പോത്താണ്, റബീഉൽ അവ്വൽ 25 പോത്താണ്. അള്ള പറഞ്ഞതിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. തിങ്കളും വ്യാഴം സുന്നത്ത് നോമ്പുണ്ട്, 13, 14, 15 നോമ്പുണ്ട്. ആരും അറിയില്ല, ആരോടും കേൾക്കൂല. ബറാഅത്ത് നോമ്പുണ്ടെന്ന് നോക്കിയേ ഭയങ്കര ബഹളം ഉണ്ടാകുമ്പോഴേ. മിഅ്റാജ് നോമ്പുണ്ടെന്ന് കേട്ടു നോക്കിയും എല്ലാവരും അതറിയും. ഇസ്ലാമിലുള്ളത് പറയാൻ ഭയങ്കര മടിയാണ്. ഇല്ലാത്തതിന് വമ്പൻ പോരിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റബീഉൽ ആഖിറിൽ ജീലാനിയുടെ ആണ്ട് പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? മുഹയ്യുദ്ദീൻ ഷെയ്ഖ് ആരാണ്? എല്ലാത്തിനും കഴിവുള്ളവനാണ്. കുഞ്ഞെന്ന് ചൊല്ലോകിൽ ആകും അതെന്നോവർ. ഇത് വായിക്കാൻ കിട്ടും, എല്ലാത്തിനും സമയമല്ല. മൗലിദ് കിതാബിന്റെ ഉള്ളിൽ നിന്ന് ഓരോ പേജും ഇങ്ങനെ എടുത്ത് വായിച്ചു നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. അള്ളാനെ പറ്റി പറയണതൊക്കെ ഇതിനകത്തുണ്ട്. ആകെന്ന് ചൊല്ലുകിൽ ആകും അതെന്നോവർ. മുഹീദ്ദീൻ ഷെയ്ഖ് എന്തെങ്കിലും സാധനത്തിനോട് കുൻ എന്ന് പറഞ്ഞാൽ മതി, അപ്പം ഉണ്ടാകും. എന്നാൽ അള്ളാനെ പറ്റി എന്താ ഖുർആൻ പറഞ്ഞത്? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹ് ഒരു കാര്യം ഉണ്ടാകണമെന്ന് കൽപ്പിച്ചാൽ അതുണ്ടാകുന്നതാണ്. ഇങ്ങനെ പറയാം. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. മുഹീദ്ദീൻ ഷെയ്ഖ് കൽബകത്തുള്ളതെല്ലാം അറിയുന്നവനാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞത് ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ, ഹൃദയത്തിനകത്തുള്ളത് അറിയുന്നവൻ അള്ളയാണ്. മുഹീദ്ദീൻമാർ ഉണ്ടാക്കിയ മനുഷ്യൻ മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല, ഒരിക്കലുമില്ല. അദ്ദേഹം എഴുതിയ യഥാർത്ഥ ഗ്രന്ഥത്തിനകത്ത് അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കണം, സൃഷ്ടികളിലേക്ക് അഭയം പ്രാപിക്കരുത്. നിന്റെ കർബുകളിൽ, നിന്റെ പ്രയാസങ്ങളിൽ നീ ഇസ്തഗ്സ് ബില്ലാഹ്, അള്ളാഹിനോട് സഹായം തേടണം. അവിടുത്തെ ഗുനിയ എന്ന കിതാബിലുണ്ട്.
അവിടെ നിന്ന് മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞിട്ടില്ല. ഷേഖ് മരിച്ചിട്ട് 100-150 കൊല്ലം കഴിഞ്ഞ് എഴുതിണ്ടാക്കിയിട്ട് പള്ളികളിൽ വെച്ചിട്ട് അറബിയിലും മലയാളത്തിലും പാടിക്കൊണ്ടിരിക്കുന്ന കുത്തുബിയത്തിലൊക്കെ എന്താ 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ആ പരിസരത്ത് ഏതെങ്കിലും സാധുക്കളുണ്ടെങ്കിൽ ഇറങ്ങി ഓടാൻ മാത്രം യാ ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹാദിറു ഹാദിറു ഇമ്മജ്ലിസിൽ ഹാദിറു. 1000 തവണയാണ്. അള്ളാനെ 10 തവണ വിളിക്കാൻ മടിയുള്ള മനുഷ്യൻ 1000 തവണ ലൈറ്റ് ഓഫ് ആക്കി പൊട്ടിക്കരഞ്ഞ് വിളിക്കുന്നത് ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മുഹിയുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹിയാണ്. ആ ബഗ്ദാദിന്റെ കുറച്ചും കൂടി അപ്പുറത്താണ് ഫലസ്തീൻ കിടക്കുന്നത്. ആ ഫലസ്തീനിൽ ഒരുപാട് സാധുക്കൾ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇസ്ലാമിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. ഇപ്പോഴും നടനായാട്ട് നടന്നുകൊണ്ടിരിക്കുക. അവിടുന്ന് ഫലസ്തീനിൽ എപ്പോഴെങ്കിലും യാ ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി കേട്ടിട്ടുണ്ടോ? കേൾക്കൂല. എന്താ കേൾക്കാത്തത്? അവിടെ ഈ ആദർശം അറിയില്ല. ഇത് ഇവിടെ ചില ആളുകൾക്ക് മാത്രം കിട്ടിയ സാധനമാണ്. അങ്ങനെ ജനങ്ങളുടെ മുമ്പിലേക്ക് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടി ദിവസം കഴിഞ്ഞാൽ റിഫായി റാത്തീബിൻ്റെ സമയം വരാൻ തുടങ്ങും. അവിടെ ആരോടാണ്? റിഫായി ഷെയ്ഖിനോടാണ് പ്രാർത്ഥന. അത് സാധാരണ അങ്ങോട്ട് ചൊല്ലിയാ പോരാ. റിഫായി ഷെയ്ഖ് വരണമെങ്കിൽ ചോരയൊഴുകണം, കുത്തറാത്തീബ് നടത്തണം. എന്നിട്ട് സ്റ്റേജിൽ കോഴിക്കോടുകാരനായ കോയ കാപ്പാടിനെ കൊണ്ടുവന്ന് റിഫായി റാത്തീബ് ചൊല്ലി യാ ഷെയ്ഖ് മുഹയ്യദ്ദീൻ എന്ന് പറഞ്ഞ് യാ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് കുത്തിയിട്ട് അങ്ങനെ റിഫായി ഷെയ്ഖിനെ ഹാദിറാക്കുന്ന റിഫായി റാത്തീബ് കൊണ്ടുവരുന്നത് എന്തിനാണ്? റിഫായി ഷെയ്ഖിനെ പ്രാർത്ഥിക്കാൻ. അള്ളാഹുവിനെ പറ്റിയിട്ട് എന്താ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരിക്കാത്ത അള്ളാഹുവിൽ നിങ്ങൾ തവക്കുലാക്കിക്കോളൂ. സഹോദരങ്ങളെ, അള്ളാന്റെ ഖുർആൻ പറയാണേ, നിങ്ങൾ ഈ മരിച്ചോരോടല്ല തവക്കുലാക്കേണ്ടത്. നിങ്ങളുടെ വിഷമം മാറാനും പ്രയാസം മാറാനൊക്കെ നിങ്ങൾ ജീവിച്ചിരിപ്പുള്ള പടച്ചറബിലേക്ക് വരാൻ. ഇനി അത് മാത്രമല്ലല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ പ്രാർത്ഥനയുടെ കാര്യം മാത്രം എടുത്ത് നോക്കിയാൽ എത്ര വലിയ അബദ്ധത്തിലാണ് ഈ സമൂഹം ചെന്ന് പെട്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ വിചാരിച്ചു. ആദ്യം അങ്ങനെ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു, പിന്നെ മമ്പുറന്തങ്ങളായി മുഹയ്യദ്ദീൻ ഷേഖായി. ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം മമ്പുറന്തങ്ങളും ബദരീങ്ങളൊന്നും പറയില്ല. ഇപ്പം എല്ലാവരുടെ ചാനലും സി എം മടവൂരാണ്. ഇനി നമ്മളെ മക്കളെ കാലഘട്ടം കഴിഞ്ഞ് പോയാൽ പിന്നെ എന്തെങ്കിലും കേൾക്കാൻ നോക്കി വടിത്തങ്ങളും പൊടിത്തങ്ങളുമായിട്ട് ഓരോരുത്തരുടെ പേരും പറഞ്ഞേക്കും. നമ്മുടെയൊക്കെ വരുന്ന തലമുറയിൽ ഇത് വരിക. അവിടെ എന്തോ ഞങ്ങളെ വാപ്പകാരണവന്മാരൊക്കെ അത് ചെയ്തതാണ്. ഏതാ വാപ്പകാരണവന്മാർ? സി എം മടവൂര് മരിച്ചിട്ട് 35 കൊല്ലമായിട്ടുള്ളൂ. 35 കൊല്ലമായപ്പോൾ തുടങ്ങി എന്തൊക്കെയായി? ലോകം നിയന്ത്രിക്കുന്നത് പടച്ചോന്. മുദബ്ബിറുൽ പറഞ്ഞു പടച്ചോനാണെന്ന് പറഞ്ഞു. എന്തൊക്കെ അത്ഭുതങ്ങളാണ് പറഞ്ഞും പാടിയും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സി എം സ്മരണിക എന്ന പുസ്തകത്തിൽ ആ മനുഷ്യന്മാർ തന്നെ എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയാണോ അല്ലേ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. സി എം മടവൂരിൻ്റെ കറാമത്ത് എഴുതി വെച്ച പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം നമസ്കരിക്കാറില്ലായിരുന്നു, സ്വർണത്തിൻ്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു. നമ്മളാരും എഴുതിണ്ടാക്കിയ പുസ്തകമല്ല. കോഴിക്കോട് ചെന്നാൽ മതി, ചിട്ടിമത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ആ മനുഷ്യനെ പറ്റിയിട്ട് എഴുതിണ്ടാക്കിയതാണ്. അവിടേക്കാണ് ജനങ്ങൾ ഒഴുകുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ തൊട്ടടുത്തൊരു പരിസരത്ത് ഞാനൊന്ന് ചെന്നപ്പോൾ അവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറയാണ്, ഞങ്ങളെ നാട്ടുകാരും അങ്ങനെ ഇവിടെ ഒന്നും പോകാറില്ല. നിങ്ങളുടെ പാലക്കാട്ടു നിന്നും മലപ്പുറത്തുനിന്നും മണ്ടൂരിൽ നിന്നും കോഴിക്കോട്ടു നിന്നൊക്കെയാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. നാട്ടുകാർക്ക് അറിയാതെ ആരാ മുതൽ എന്നുള്ളത്. പക്ഷെ ദൂരക്കാർക്ക് അറിയില്ലല്ലോ. അവിടെ ദൂരത്ത് ഭയങ്കര പബ്ലിസിറ്റിയാണ്. എന്നിട്ട് എന്തിനാ അവിടെ വരുന്നത്? കുട്ടികളില്ലാത്തവർ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. സി എം മടവൂരിന് കുട്ടികളില്ല. എന്നിട്ട് ഇവിടുന്ന് ആൾക്കാർ പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ കുട്ടികളെ കിട്ടുന്നു. ആ മനുഷ്യ പിന്നെ രോഗം മാറാൻ ആ മനുഷ്യന് ജീവിതകാലത്ത് അവസാനം നടക്കാൻ കഴിയാഞ്ഞിട്ട് വടിയും കുത്തിയിട്ടാണ് നടന്നിരുന്നത്. അതൊക്കെ സ്വാഭാവികമായി മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നതാണ്. എന്നിട്ട് ഇതൊക്കെ കറാമത്താണെന്നും പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിക്കുക. ഇവിടെയാണ് മനുഷ്യരോട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി
വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്. ലയകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നും. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹ് പഠിപ്പിച്ച യഥാർത്ഥ ഹുദയിൽ ഇല്ലാത്തത് ജനങ്ങളെ കൽപ്പിച്ച് ചെയ്യിപ്പിക്കുക, അള്ളാഹുവിൽ നിന്ന് അകറ്റുക, സൃഷ്ടികളിലേക്ക് കൊണ്ടുപോയി അഭയം പ്രാപിക്കുക, എന്നിട്ട് അതിനു വേണ്ടി ഓരോരോ ചടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ എത്തിക്കുക. ആ പ്രയാസങ്ങൾ മാറാനും രോഗങ്ങൾ മാറാനും ഖുർആൻ പറഞ്ഞത് എന്താ? അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം ബാധിച്ചു, ഉദാഹരണമാണല്ലോ. 18 കൊല്ലക്കാലം എന്ന് തഫ്സീറുകൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങേയറ്റത്തെ വിഷമായി, സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു, മക്കൾ പലരും മരണപ്പെട്ടു പോയി, വല്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചു. എന്നിട്ട് അയ്യൂബ് നബി എന്താ ചെയ്തത്? അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ, റബ്ബിനോട് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. മക്കളില്ലാതെ വിഷമിച്ച ഇബ്രാഹിം നബി എന്താ ചെയ്തത്? ഏത് വെള്ളാ കുടിച്ചത്? ഏത് പൊടിയാ നക്കിയത്? ഏത് മക്കാമിലേക്കാ തെരഞ്ഞു പോയത്? റബ്ബി ഹബിലി മിനസ്സാലിഹീൻ. നമ്മളോട് പറയാണ് നിങ്ങൾ ഇബ്രാഹിം നബിന്റെ മില്ലത്ത് പിൻപറ്റണമെന്ന്. മക്കളെ കാണാതെയായി വിഷമിച്ച യാക്കൂബ് നബിയിലെ സന്താനങ്ങളെ കാണാതെയായപ്പോ യാക്കൂബ് നബി എവിടേക്കാ പോയത്? ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ വേവലാതി, എൻ്റെ സങ്കടങ്ങൾ അല്ലാഹ് നിന്നിലേക്ക് ഞാൻ ഒഴുക്കുകയാണ്, മടക്കുകയാണ്. അവരൊക്കെ നമ്മളെ അമ്പിയാക്കന്മാരുടെ മാർഗത്തിലേക്കാ പോണ്ടത്. അള്ളാഹിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ ആ മാർഗത്തിൽ എത്താൻ പറ്റും. അള്ളാഹിനെയും റസൂലിനെ അനുസരിച്ചാലാണ് ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അമ്പിയാക്കന്മാരുടെ, സുദ്ദീഖന്മാരുടെ, ശുഹദാക്കന്മാരുടെ കൂടെ എത്താനുള്ള നിബന്ധന എന്താ? അള്ളാനെയും റസൂലിനെയും അനുസരിക്കുക എന്നതാണ്. ഖുർആനും സുന്നത്തും പിൻപറ്റുക എന്നതാണ്. ഇനി ഏത് കാര്യം എടുത്തു നോക്കിയാലും ഇത്തരത്തിൽ നമുക്ക് വായിക്കാം. ആ പ്രവാചകന്റെ മാർഗം പിൻപറ്റാനാ നമ്മളോട് പറഞ്ഞത്. ആ നബിതങ്ങൾ എന്തൊരു കാര്യം നമ്മളോട് കൽപ്പിച്ചോ അത് അനുസരിക്കാനാ പറഞ്ഞിരിക്കുന്നത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. റസൂല് കൊണ്ടുവന്നതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം. നബി പാടില്ലെന്നും നിരോധിച്ചതും വിലക്കിയതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ പലിശ ഉപയോഗിക്കണ്ട എന്ന് പറയുന്നത്? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. എന്താ നിങ്ങൾ ജ്യോത്സ്യന്മാരത്തേക്ക് പോകണ്ട എന്ന് പറയുന്നത്? നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരം ആളുകളുടെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കാര്യം എടുത്തു നോക്കിക്കോ, നിങ്ങൾ എന്തുകൊണ്ടാ ലഹരി ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞത്? കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും ഹറാമാണ്. എല്ലാ ലഹരിയും ഹറാമാണ്. വലിക്കുന്നതും കുടിക്കുന്നതും പുകക്കുന്നതുമായ എല്ലാം. അയിനിക്കോട് അങ്ങാടിയിലെ പ്രിയപ്പെട്ട കച്ചവടക്കാരെ, നിങ്ങളുടെ കടയിൽ സിഗരറ്റ് വിൽക്കുന്നുണ്ടോ? കാജബീഡി വിൽക്കുന്നുണ്ടോ? ഞാൻ പേര് പറഞ്ഞതും അല്ലാത്തതുമായ ഏത് സാധനം നിങ്ങൾ വിൽക്കുന്നുണ്ടോ? നിങ്ങളുടെ സമ്പത്ത് ഹറാമിലേക്ക് നീങ്ങുകയാണ്. വിൽക്കാൻ പാടില്ലാത്ത, വലിക്കാൻ പാടില്ലാത്ത, ഉപയോഗിക്കാൻ പാടില്ലാത്ത ലഹരി വിൽക്കുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ ഇന്ന് മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ തിന്നാൻ കൊടുക്കുന്നത് ഹറാമായ സമ്പാദ്യമാണ്. നാട്ടുകാർക്ക് മുഴുവൻ ക്യാൻസർ പരത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കുന്ന മുതൽ ഹലാലായി മാറില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ അത് തടസ്സം നിൽക്കുന്ന കാര്യമാണ്. ഇതൊക്കെ വെറും MDMA കഞ്ചാവ് മാത്രമൊന്നല്ല, ഇതൊക്കെ പെട്ടതാ. അയിമ ആ സാധനത്തുമ്പോൾ തന്നെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇത് ആരോഗ്യത്തിന് അപകടകരമായ സാധനമാണ്. അപ്പൊ തന്നെ പിന്നെ വിൽക്കാൻ പറ്റൂല. അങ്ങനെ ഏതേത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഇതാണ് നമ്മുടെ നിബന്ധന. എന്തുകൊണ്ട് നബിതങ്ങൾ പറയുന്നത് നമ്മൾ അനുസരിക്കണം? ഖുർആന് മാത്രം പോരെ? ഖുർആനല്ലേ വലുത്? ഖുർആനേക്കാൾ വലുതാണോ നബി എന്ന് ചോദിക്കുന്നവരോട് അള്ളാന്റെ ഖുർആൻ തന്നെയാണ് പറഞ്ഞത്, അള്ളാനെ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം, ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ കാരുണ്യം ലഭിച്ചേക്കാം. വെറും ഖുർആൻ മാത്രമല്ല പറഞ്ഞു. എന്തിനാ നബി പറയുന്നതൊക്കെ സ്വീകരിക്കുന്നത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അതാ വ്യത്യാസം.
പ്രവാചകൻ വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന സന്ദേശം, അള്ളാഹുവിൽ നിന്ന് കിട്ടിയ സന്ദേശം, അത് പ്രവാചകന് ലഭിച്ചു. ആ പ്രവാചകനിൽ നിന്ന് കിട്ടിയതാണ് ഈ വഹി. ആ വഹീൻ്റെ സന്ദേശമാണ് സുന്നത്തായി ഹദീസായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേണ്ടെന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ കഴിയൂല, പ്രാർത്ഥനകൾ ശരിക്കും നടത്താൻ കഴിയൂല, ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയൂല, നോമ്പിൻ്റെ നിബന്ധനകൾ പാലിക്കാൻ കഴിയൂല, ശരിയായ രൂപത്തിൽ വിവാഹങ്ങൾ നടത്താൻ കഴിയൂല, ശരിയായ രൂപത്തിൽ കച്ചവടം നടത്താൻ പറ്റൂല. ആകെ അബദ്ധം. അതിൻ്റെ പിഴവ് ഇന്ന് നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാരുണ്ട്. അവരുടെ സംസാരങ്ങളിലൊക്കെ അതിൻ്റെ അംശങ്ങൾ കാണാൻ സാധിക്കും. അവർ പറയും ഖുർആനൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നമുക്ക് നിസ്കാരമൊന്നും 5 തവണ ആവശ്യമില്ല. വെള്ളിയാഴ്ചക്ക് പ്രാധാന്യമൊക്കെ, പക്ഷെ ജുമുഅന്നെ നടത്തണമെന്ന് നിയമമൊന്നുമില്ല. ഹജ്ജൊക്കെ വേണമെന്നുണ്ട്, മക്കത്തേക്ക് തന്നെ പോകണമെന്നില്ല. ബലിയൊക്കെ നടത്തണം, അതിന് മൃഗത്തിന് തന്നെ അറക്കണമെന്നില്ല. അങ്ങനെ കുറേ വാദങ്ങളുമായി അവർ വരും. അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും യുക്തികൾക്കും ചിന്തകൾക്കും വേണ്ടി മാത്രം അവർ അങ്ങ് കീഴ്പ്പെട്ടു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളോടും ഉലമാക്കന്മാർ രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഒരു കക്ഷിയാണ് ലോകത്ത് വിജയിക്കുക. ആരാണ് അവർ? മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊണ്ട മാർഗത്തിൽ നിലകൊണ്ടവരെ വിജയിക്കൂ. ഫവൈലുൽ മുസല്ലീൻ ഒറ്റായത്തുണ്ട്, നിസ്കരിക്കുന്നവർക്ക് നാശം. ഈ ഒറ്റായത്തും കൊണ്ട് നടന്നിട്ട് ഓൻ പള്ളി പോണോട് പറയാണ്, ചങ്ങായി പള്ളി പോകാൻ നിൽക്കണ്ട, ഫവൈലുൽ മുസല്ലീൻ. അതിന് ബാക്കി എന്താ? ഈ ആയത്തിൻ്റെ പശ്ചാത്തലം എന്താ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അങ്ങനെ ഒന്ന് വരച്ചു നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ആ പ്രവാചകനെ ശരിയായ രൂപത്തിൽ പിൻപറ്റാതെ നമുക്ക്, നബിനെ സ്നേഹിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. സുന്നത്ത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എന്നെ പിൻപറ്റണം. യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും. ഒരുപാട് നേട്ടങ്ങൾ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ആകയാൽ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൻ്റെ ഏത് കാര്യവും തീരുമാനിക്കുന്നത് പ്രവാചകന്റെ കൽപ്പനകളോട് യോജിച്ചുകൊണ്ടായിരിക്കണം. നമ്മൾ ഏത് റോട്ടിലൂടെ യാത്ര പോകണം നമുക്ക് തീരുമാനിക്കാം. ബൈക്ക് മേടിക്കണോ, കാറ് മേടിക്കണോ, ദുനിയാവിൻ്റെ കാര്യമാണ് നമുക്ക് തീരുമാനിക്കാം. റോഡ് ടാർ ചെയ്യണോ, കോൺക്രീറ്റ് ചെയ്യണോ, നമുക്ക് തീരുമാനിക്കുക, ദുനിയാവിൻ്റെ കാര്യമാണ്. എന്നാൽ ഒരു നിസ്കാരം നമ്മുടെ വകയായി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, അത് മതപരമായ കാര്യമാണ്. വ്യത്യാസത്തിലുള്ളൂ. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാതെ ഈ ദീനിൽ വല്ലതും തുന്നിച്ചേർത്താൽ, കൂട്ടിച്ചേർത്താൽ അത് തള്ളണം. ഒരു സംശയമില്ല. ആ ഒരൊറ്റ കാര്യം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്തത് ചെയ്തു കൂട്ടുന്നതിൻ്റെ ആപത്താണ്. ഇന്ന് ചൂഷണം ചെയ്യാൻ മതത്തിൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥമായ ഷഅറിന് ഒരുപാട് ബറക്കത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കച്ചവടം ചെയ്യാനും, അത് ബോംബെയിലെ ജാലിയൻ വാലയുടെ മുടി കൊണ്ടുവന്നുകൊണ്ട് 25,000 രൂപക്ക് ആ കുപ്പിവെള്ളം വിൽക്കാനും കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? നബിയുടെ മുടിയുടെ പേര് പറഞ്ഞുകൊണ്ട് പണം ചൂഷണം ചെയ്യാനാണ്. ഇസ്ലാമിൽ ദിക്റുകളുണ്ട്, ഒരുപാട് ദിക്റുകളുണ്ട്. എന്നാൽ ആ ദിക്ർ ഹൽക്കകളുടെ പേര് പറഞ്ഞുകൊണ്ട്, ദിക്ർ ഹൽക്കകളുടെ പെട്ടികൾ നിരത്തിക്കൊണ്ട് ഇതിൻ്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്ന മേഖലകൾ ഇന്ന് മറുഭാഗത്ത് നടക്കുകയാണ്. ഇസ്ലാമിൽ സ്വലാത്ത് നബിതങ്ങൾ പഠിപ്പിച്ചു, മാന്യമായി കൃത്യമായി സ്വഹാബത്തിന് പഠിപ്പിച്ചു. ഇബ്രാഹിമി സ്വലാത്തുണ്ട്, വിവിധങ്ങളായ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽ താജു സ്വലാത്ത് വന്നിട്ടില്ല, സ്വലാത്തുൽ ഫാത്തിഹ് വന്നിട്ടില്ല, ആറ്റക്കോയ തങ്ങളുടെ വന്നിട്ടില്ല, നൂറെ ഹബീബ് വന്നിട്ടില്ല, കമാലിയ സ്വലാത്ത് വന്നിട്ടില്ല, സ്വലാത്ത് വാർഷികം വന്നിട്ടില്ല. സ്വലാത്തുണ്ട്, സ്വലാത്ത് പെട്ടിയില്ല. സ്വലാത്തുണ്ട്, സ്വലാത്ത് കച്ചവടമില്ല. സ്വലാത്തുണ്ട്, സ്വലാത്ത് പാർസലാക്കലില്ല. സ്വലാത്ത് കൊടിമരമില്ല. സ്വലാത്ത് പെട്ടിയില്ല. സ്വലാത്ത് ചോറില്ല. ഇത് പറയുമ്പോഴാണ് ജനങ്ങൾ പറയാ നിങ്ങൾക്ക് സ്വലാത്തില്ല. അതിൻ്റെ ആപത്ത് ഇപ്പം എന്താ? അതിൻ്റെ ആപത്ത് ഇന്ന് നമ്മുടെ നാടുകളിൽ സ്വലാത്ത് കൊണ്ട് മാത്രം ചൂഷണം ചെയ്യപ്പെട്ട 10,000-ങ്ങളുണ്ട്. എത്ര ആളുകളാണ് അതിൻ്റെ പിന്നിലിരുന്ന് പണം ഇട്ട് കൊടുക്കാൻ തയ്യാറാണ്, സമയം കൊടുക്കാൻ തയ്യാറാണ്, എത്ര ദൂരം യാത്ര പോകാനും തയ്യാറാണ്. വീട്ടിലിരുന്നു കൊണ്ട് സ്വലാത്ത് ശരിയാവണ്ണ രൂപത്തിൽ ചൊല്ലിയാൽ ഒരു സ്വലാത്തിന് 10 നന്മയുണ്ട്. അതിന് എവിടെയും പോകേണ്ട ആവശ്യമില്ല. അത് എത്തിച്ചു കൊടുക്കാൻ മലായിക്കത്തുകളുണ്ട്.
പിന്നെ എത്തിയും കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അത്ര കുട്ടികൾക്ക് മദ്രസ കൊടുക്കുന്നുണ്ട്, ഇത്ര കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളൊക്കെ സ്വലാത്തുൽ ഫാത്തിഹയിൽ പങ്കെടുക്കണം. അങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കിയാൽ ഈ ദീന് പിന്നെ എന്തായി? സഹോദരങ്ങളെ, ഒരു സഹാബിന്റെ ചരിത്രം കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒന്ന് തുമ്മിയപ്പോൾ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഉടൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ഈ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹംദും സ്വലാത്തും കൂടി അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തിരിച്ചു ചോദിക്കുകയാണ്, ഇങ്ങനെ നബി തങ്ങളുടെ കൽപ്പനയുണ്ടോ? ഇല്ല, ഞാൻ അങ്ങ് പറഞ്ഞതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, അൽഹംദുലില്ലാഹ് മതി, അതാണ് ഇസ്ലാമിലുള്ളത്, അതാണ് സുന്നത്തിലുള്ളത്. അപ്പൊ എന്ത് സുഖാണ്, എത്ര ലളിതമാണ് ഇസ്ലാം. മുഹിയുദ്ദീൻ മാലയുടെ പഴക്കം എത്രയാണ്? 800 കൊല്ലം പഴക്കമുള്ള ഗ്രന്ഥങ്ങളാണ് നമ്മുടെ നാട്ടിൽ. മുഹിയുദ്ദീൻ മാല 400-ാം വാർഷികമാണ് ആഘോഷിച്ചു കഴിഞ്ഞത്. കുത്തുബിയ്യത്ത് 300 കൊല്ലമാണ്. ഹദ്ദാദിന് 800 കൊല്ലത്തിന്റെ പഴക്കമാണ്. നബിദിനാഘോഷത്തിന് 700 കൊല്ലത്തിന്റെ പഴക്കമാണ്. സ്വലാത്ത് വാർഷികത്തിന് 30 കൊല്ലത്തിന്റെ പഴക്കമാണ്. നമുക്ക് 1400 കൊല്ലം പഴക്കമുള്ള ഇസ്ലാമിന്റെ മഹിതമായ പാരമ്പര്യമുണ്ട്. അതിൽ നിന്ന് പഠിക്കണം സുന്നത്ത് എന്താണെന്ന്. അതിലില്ലാത്തത് ബിദ്അത്താണ്. മുഹിയുദ്ദീൻ മാല, ഹദ്ദാദ്, റാത്തീബ്, സ്വലാത്തുൽ ഫാത്തിഹ്, ഷാഫി ഇമാമിന് അറിയുമോ? നിങ്ങൾ മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിൻപറ്റുന്നുണ്ടെങ്കിൽ അവർ ഇത് കണ്ടിട്ടുണ്ടോ? അവർക്കിത് പരിചയമുണ്ടോ? കുത്തറാത്തീബ് മാലിക് ഇമാമിന് അറിയുമോ? ഹനഫി ഇമാമിന് അറിയുമോ? ആർക്കും കേട്ടിട്ടില്ല, പരിചയമില്ല. പിന്നെ ആരതുണ്ടാക്കി? ഇതൊക്കെ പുതുതായി അവനവന്റെ ഇഷ്ടത്തിനും സൗകര്യത്തിനും കൊണ്ടുവന്ന് നല്ലതല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞ് തന്നിഷ്ടത്തിനനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് നമ്മളോട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞതും. നാളെ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ വിലപിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ വരുന്നതാണ്. അവർ വന്നിട്ട് പറയും, റബ്ബനാ ഇന്നനാ അത്അനാ സാദതനാ വകുബറാഅനാ. ഞങ്ങളെ റബ്ബേ, ഞങ്ങളെ സയ്യിദന്മാര്, ഞങ്ങളെ നേതാക്കന്മാര്, അവര് പറയുന്നത് അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചു. എന്തുണ്ടായത്? ഫഅദല്ലൂന സബീല, ഞങ്ങളെ അവരങ്ങ് വഴിപിഴപ്പിച്ചു. അവരുടെ വേഷം, അവരുടെ കയ്യിലുള്ള മാലയും കഴുത്തിലിട്ടിരിക്കുന്ന ഷാളും തലയിലിട്ടിരിക്കുന്ന വലിയൊരു തൊപ്പിയുമെല്ലാം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതന്നെ ദീനെന്ന് വിചാരിച്ചു. അവർ ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഈ പരലോക കോടതി, നീതിയുടെ കോടതി, സത്യത്തിന്റെ കോടതി ഇവിടെ വെച്ചുകൊണ്ട് റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്, ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണേ. വൽ അൻഹും ലഅനൻ കബീറാ, അവർക്ക് വലിയ ശാപം കൊടുക്കണേ. ഇത് അവിടെ പറയാതിരിക്കാനാണ് നമ്മൾ ഈ ദുനിയാവുന്ന ഇത്തരം വേദികൾ ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ജനങ്ങളെ ചൂഷണം ചെയ്യാണ്. അവന്റെ വിഷമങ്ങളിൽ, സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ ജനങ്ങൾക്ക് പരിഹാരം കൊടുക്കും. ഇതാ മക്കാമുകളിലേക്ക് സിയാറത്ത് ടൂർ നടത്താൻ പോവുകയാണ്, നിങ്ങൾ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും പൈസ എടുത്ത് പോന്നോളിയും, നമ്മൾ ഇത്ര ദിവസത്തിന് അമീറിന്റെ കീഴിൽ ഉംറ കൊണ്ടോണം മാരിയ അമീറിന്റെ കീഴിൽ ഞങ്ങൾ ഇതാ സിയാറത്ത് ടൂർ കൊണ്ടുപോകാൻ പോവാണ്. എവിടേക്കാ കൊണ്ടുപോകണത്? ഭീമാപള്ളി ഉമ്മച്ചിന്റെ അടുത്തേക്കാണ്. പിന്നെ ഉള്ളാളിലേക്കാണ്, കുറച്ച് അങ്ങോട്ടും കുറച്ച് ഇങ്ങോട്ടും. ഇതിൻ്റെ ഇടയിൽ പേരറിയുന്നതും പേരറിയാത്തതുമായ 100 കണക്കിന് മക്കാമുകളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയിട്ട് ഇവിടെ പൈസ ഇട്ടാൽ, ഇവിടുത്തെ എണ്ണ തൊട്ടാൽ, ഇവിടുത്തെ ജാറം മൂടിയാൽ, ഇവിടെ ഇരുന്നോതിയാൽ, ഇവിടെ തൊട്ടാൽ, ഇവിടെ ചുംബിച്ചാൽ നിങ്ങളെ പ്രശ്നങ്ങൾ തീരുമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ. മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വസിയത്താണ്, മരിക്കുന്നതിന്റെ മുമ്പുള്ള വസിയത്താണ്. ആ ഒരു വസിയത്തെങ്കിലും പാലിക്കാൻ പ്രിയപ്പെട്ട മലയാളികളെ നമുക്ക് സാധ്യമാകണം. ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപമുണ്ട്. അൽ യഹൂദ വന്നസാറാ, യഹൂദി നസാറാക്കൾക്ക്. എന്തേ കാരണം? ഇത്തഖദു, അവർ ആരാധിച്ചു സ്വീകരിച്ചു, ഖുബൂർ അംബിയാഇഹിം മസാജിദ, അംബിയാക്കന്മാരുടെ ഖബറിടങ്ങളെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി. ഈ പണിയല്ലേ ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത്? അമ്പിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കിയവർക്ക് ലഅനത്തുല്ലാഹ്. അമ്പിയയുമല്ല, ഔലിയയുമല്ല, സ്വാലിഹുമല്ല, ആരതാന്ന് പോലും അറിയാത്ത മഖാമുകളിലേക്കാണ് നമ്മുടെ ഖൗമ് പോണത്. ആരാ? ഭീമാപള്ളി ഉമ്മച്ചിൻ്റെ അടുത്തേക്ക് പോണതെങ്കിൽ അവിടെ ചെന്നിട്ടാണ് എല്ലാ പരാതികളും പരിഭവങ്ങളും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സീമടവൂരിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു.
പിന്നീട് മുനമ്പത്ത് പോകുന്നവരവസ്ഥയ്ക്ക് ആ മക്കാമിലേക്ക് പോയിട്ട് ആരോടാണ് ഇവർക്ക് പറയാനുള്ളത്? ഊരും പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോട് ഉമർ ഖാദി, കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഊരും പേരറിയില്ല, ആരാണ് കിടക്കണതെന്ന് അറിയില്ല, പക്ഷെ ആള് ഫേമസ് ആണ്. എങ്ങനെ ഫേമസ് ആകണത്? വെളിയങ്കോട്ട് നിന്ന് കിട്ടിയതാണ് ആ ഡെഡ് ബോഡി, അതുകൊണ്ട് കറാമത്തുണ്ട്. മക്കത്തുള്ള അബൂജഹലിന് കറാമത്തില്ല, അതിനേക്കാൾ വലുതുണ്ടോ? പിന്നെ വേറെ എവിടുന്നെങ്കിലും കിട്ടുന്ന ഒരാള്. അത് കൊല്ലം ജില്ലയിൽ ഓച്ചിറയിൽ ചെന്ന് നോക്കിയാൽ അവിടെ കാണുന്നത് ദാമോദരൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മക്കാമിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓച്ചിറ ഉപ്പൂപ്പയുടെ മക്കാമിലേക്ക്. ആരാ ഓച്ചിറ ഉപ്പൂപ്പാന്റെ പേരെന്താ? ദാമോദരൻ എന്നായിരുന്നു പേര്. എന്നോട് ക്ഷമിക്കണം. അച്ചാറ്, ആ അവിടുത്തെ മാലിന്യത്തിൽ നിന്ന് അച്ചാറ് തോണ്ടി കഴിച്ചിരുന്ന ആ മനുഷ്യൻ മരിച്ചോ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ കൗമിൽ നിന്ന് ചിലർ ചെന്നിട്ട് ജാറം മൂടിയിട്ട് പറഞ്ഞു, ഇത് ദാമോദരനല്ല, ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന പോസ്റ്റ് ഒട്ടിച്ചു. പൈസ ഉണ്ടാക്കി. കണ്ണൂർ ജില്ലയിൽ ജാറമുണ്ട്, 3 പെറ്റുമ്മ ജാറം, 3 പെറ്റു. അതുകൊണ്ട് എന്താ ഇവിടെ 9 10 പെറ്റൂല് കിടക്കുക. 3 പെറ്റുമ്മ ജാറം. എന്നിട്ട് എന്താണ് പണി? കുട്ടികളില്ലാത്തവരൊക്കെ പോയി തൊട്ടിൽ കിട്ടുക. നമ്മൾ ആലോചിച്ചു, സാധാരണ കുട്ടികളെ എപ്പോഴാണ് നമ്മൾ തൊട്ടിൽ കിട്ടൽ കുട്ടികളെ കിട്ടുന്ന സമയത്താണല്ലോ. കിട്ടാൻ വേണ്ടി തൊട്ടിൽ കിട്ടുക, അവിടെ കൊണ്ടിട്ട് ആകെ തൊട്ടിലോണ്ട് മാലയാണ് അവിടെ. മണ്ണാർക്കാട് ചെന്ന് നോക്കി നിങ്ങൾ, ഒരു മരത്തുമ്മലാണ് വള്ളി കെട്ടിയിട്ടുണ്ട് കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട്. ആ മരത്തിന്റെ വള്ളിമ കൊണ്ടുപോയിട്ട് പിടിച്ചുകൊണ്ട് ഓരോ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയാൽ കുട്ടികളെ കിട്ടും തന്നെ അവിടെ ചെല്ലുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിൽ സിയാറത്ത്, ഖബർ സിയാറത്ത് പഠിപ്പിച്ചത് കുട്ടികളെ കിട്ടാനും ആഗ്രഹം നടക്കാനും ഭർത്താവിന് ജോലി കിട്ടാനും നമ്മുടെ വീട്ടിലെ കുടുംബ വഴക്ക് തീരാനും ഒന്നല്ല ഖബർ സിയാറത്ത്. ആ ഖബർ സിയാറത്തിനെ കുറിച്ച് പറഞ്ഞത് എന്തിനാ? ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ. പരലോകം ഓർക്കാനാ, മരണം ഓർക്കാനാ, നന്നാവാനാ, കണ്ണ് കലങ്ങാനാ, കരയാനാണ്, മനസ്സലിയാനാണ് ഖബർ സിയാറത്ത്. ഇവിടെ ഉണ്ടാവുണ്ടോ? എന്നിട്ട് ഈ സ്ഥലങ്ങളിൽ എന്താ നടക്കുന്നത്? ആന വരുന്നു. എപ്പോ? ഉറൂസിന്, ഖബർ സിയാറത്തിന് വരികയാണ് ആന. ശിങ്കാരിമേളം, പിന്നെ ഫാസില ബാനുവിന്റെ ഗാനമേള, താജുദ്ദീൻ വടകന്റെ ഷോ, എല്ലാ കൊല്ലം ഷാഫിന്റെ ഗാനമേള. എവിടെ? മഖാമുകളിൽ, ദർഗകളിൽ, ഉറൂസുകളിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കണതിന്റെ മുമ്പ് പറഞ്ഞ വാക്ക്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എൻ്റെ ഖബറിനെ ഒരു ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുതേ. സ്വഹാബത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയാറുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു ഖബർ കണ്ടാൽ നിന്ന് കരയാറുണ്ടായിരുന്നു. ഓലൊക്കെ കരയാ. ഇവിടെ ഖബറിങ്ങ ചെന്ന് തുള്ളിച്ചാടി മധുവന്മത്തരാവുക. എന്നിട്ട് ആനയുടെ കുത്തേറ്റ് 3 പേർ മരിച്ചു. എവിടുന്ന്? ഖബർ സിയാറത്തിന് വന്നിട്ട്. ഈ കഥയാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ കൊണ്ട് നടന്നുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കപ്പെട്ടു. രോഗം മാറണില്ല, അതുകൊണ്ട് രോഗം മാറാൻ ഇന്നയാൾ തൊപ്പിയ വെള്ളമുണ്ട്, അതെടുത്ത് കുടിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടൊരു ചരട് കെട്ടിക്കുക, അല്ലെങ്കിൽ വലിയ വലിയ ഐക്കല്ല് കൊണ്ടുവന്ന് അരയിലോ കയ്യിലോ തണ്ണയിലോ കെട്ടിക്കൊടുക്കുക, ഇത് വെച്ചാൽ മാറുമെന്ന് ആരാ പറയുന്നത്? നമസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ അല്ലാഹുവേ, നീ നൽകിയത് തടുക്കാൻ ഒരാൾക്കും പറ്റൂല, നീ തടഞ്ഞത് നൽകാനും ഒരാളെ കൊണ്ടും പറ്റൂല. എന്താ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം? രോഗം വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഡോക്ടറെ കാണണം, ചികിത്സിക്കണം, പ്രാർത്ഥിക്കണം, എല്ലാം ഇസ്ലാം പഠിപ്പിച്ച ഹലാലായ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കണം. തെറ്റായ ഒരു വഴിയും ഉപയോഗപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണല്ലോ നബി തങ്ങളുടെ മുമ്പിലേക്ക് കയ്യിൽ ഒരാൾ ഏലസ് കെട്ടി വന്ന സമയത്ത് അദ്ദേഹത്തിന് കൈ കൊടുത്തില്ല, ബൈഅത്ത് ചെയ്തില്ല. മറ്റൊരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, മൻ അല്ലക തമീമത്തൻ, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാകുന്നു. നമ്മൾ മുശ്രിക്കാക്കി എന്ന് പറയണ്ട, ഹദീസിന് വായിച്ചതാണ്. മൻ അല്ലക തമീമത്തൻ, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് വെച്ചിരിക്കുന്നു. അങ്ങനെ
എത്ര സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ഏത് മേഖലകളിൽ എടുത്തു നോക്കിയാലും നമുക്ക് അള്ളാഹുവിൻ്റെ ദീന് വ്യക്തമാണ്. ആ ദീനിലേക്ക് എന്തൊന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ടോ അതിൻ്റെ മാരകമായ അപകടങ്ങൾ നമ്മുടെ സമൂഹം ഇന്നും എന്നും അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിക്കുന്നവരാണ്. എല്ലാ പ്രസ്ഥാനക്കാരോടും ഞാൻ പറയാണ്, നമ്മൾ പരസ്പരം ഒരു സഹകരണം, അള്ളാഹിൻ്റെ ദീന് പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും തയ്യാറാവണം. തആവനൂ അലൽ ബിർരി വത്തഖ്വാ, പുണ്യത്തോട് തഖ്വയോട് നമ്മൾ സഹകരിക്കണം. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപങ്ങളോട് തിന്മകളോട് നമ്മൾ ഒരാളും നേതാവ് പറഞ്ഞാലും സംഘടന പറഞ്ഞാലും ലെറ്റർ പേഡിൽ എഴുതി തന്നാലും എന്തൊക്കെ ഭീഷണി മുഴക്കിയാലും തിന്മകളോട് ഷർറുകളോട് പാപങ്ങളോട് നിങ്ങൾ ഒരാളും സഹകരിക്കരുത്. നമ്മൾ മനുഷ്യരാണ്. സ്വാഭാവികമായും ചില സംഭവങ്ങൾ, ചില അബദ്ധങ്ങൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്താനും പറഞ്ഞു കൊടുക്കാനും നസീഹത്തോടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അദ്ദീനു അന്നസീഹ, ദീൻ എന്നതൊരു ഗുണകാംക്ഷയാണ്. പരസ്പരം അത്തരത്തിലുള്ള നന്മ കൊണ്ടുള്ള നസീഹത്ത് നമുക്ക് ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിച്ചാൽ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ, യൻസുർക്കും, അവൻ നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാലുകൾക്ക് അള്ളാഹു സ്ഥൈര്യം നൽകും. നമ്മൾ ദീനിനെ സഹായിക്കുന്നവരായി മാറണം, ദീനിന്റെ ശത്രുക്കളായി മാറരുത്. അള്ളാഹുവിന്റെ പ്രകാശത്തെ കെടുത്താൻ ഇവിടെ പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരി വലൗ കരിഹൽ കാഫിറൂൻ. അള്ളാഹുവിന്റെ പ്രകാശത്തെ ഇവിടെ ചിലർ വായ കൊണ്ട് ഊതിക്കളയാൻ, കെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ പ്രകാശത്തെ അവൻ പൂർത്തിയാക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹിന്റെ ദീനിനെ ശരിയാവണ്ണം ഉൾക്കൊള്ളുക. റളീതു ബില്ലാഹി റബ്ബ, റബ്ബിനെ അള്ളാഹുവിനെ റബ്ബായി നമ്മൾ അങ്ങ് തൃപ്തിപ്പെടണം. വമിൽ ഇസ്ലാമി ദീന, ദീനായി ഇസ്ലാമിനെ തൃപ്തിപ്പെടുക. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, നബിനെ പ്രവാചകനായി കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മൻ കാന ആഖിറു കലാമി, ആരുടെയെങ്കിലും അവസാനത്തെ കലാമ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവൻ പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കാൻ നമുക്ക് കഴിയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവനാകണം, ഉറക്കെ പ്രഖ്യാപിക്കുന്നവനാകണം, അത് പ്രബോധനം നടത്തുന്നവനാവണം. അതിനുവേണ്ടിയുള്ള ഒരു മഹത്തരമായ സംരംഭമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഇത്തരത്തിൽ കേരളത്തിലുടനീളം നൂറുകണക്കിന് തസ്ബിയ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്കുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. വകൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ നിലകൊള്ളുകയും ചെയ്യണമേ. നമ്മുടെ പണി എന്താ? നമുക്ക് നന്മ കൽപ്പിക്കണം, നമുക്ക് തിന്മ വിരോധിക്കണം, നമ്മുടെ ബാധ്യതയാണ്. അതിനാണ് ഈ കൂട്ടായ്മ, ഈ ഒരു ജമാഅത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മേഖലകളിലും സാധ്യമാകുന്ന നന്മകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഓൺലൈനിലായിക്കൊണ്ട് പീസ് റേഡിയോ എന്ന മഹത്തരമായ സംരംഭം എത്രയെത്ര സ്ത്രീകളിലും കുടുംബങ്ങളിലുമാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ സന്ദേശങ്ങൾ കേട്ട് പഠിക്കാൻ 10 ലക്ഷം ഡൗൺലോഡ്സുകൾ ഇതുവരെ കഴിഞ്ഞുപോയി. ഇപ്പോൾ പുതിയ പുതിയ കോഴ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് വിചാരിച്ചാൽ, ഒന്ന് തുറന്നു നോക്കാൻ കഴിഞ്ഞാൽ ധാരാളക്കണക്കിന് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അറബി ഭാഷ പഠിക്കാൻ, കുടുംബ കൗൺസിലിങ്ങൾക്ക് മക്കളെ നന്നായി ശരിപ്പെടുത്താൻ ആ റേഡിയോ സംവിധാനം നമുക്ക് ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞു അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്. വീഡിയോകൾ കണ്ടുകൊണ്ട് ദീന് പഠിക്കാൻ ജമീൽ ആപ്പ് എന്ന സംവിധാനമുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. മക്കൾ പിഴച്ചുകൊണ്ടിരിക്കുന്ന 4-മത്തത് അൽഹംദുലില്ലാ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് പട്ടാമ്പിയിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനി ഇതാ വരാനിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ, പ്രൊഫഷണൽ രംഗത്തുള്ളവരായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് സഹായകമാകുന്ന രൂപത്തിൽ കടലുണ്ടിയിൽ വെച്ചുകൊണ്ട് പ്രൊഫൈസ് എന്ന പേരിൽ ഒരു വലിയ സംരംഭം വരാൻ പോവുകയാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ദീന് അറിയിച്ചു കൊടുക്കാൻ, എത്തിച്ചു കൊടുക്കാൻ പറ്റാവുന്ന എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുകയാണ്. ദീനിൻ്റെ വഴിയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമുക്ക് വേറെ താല്പര്യങ്ങളില്ല, ആരെയും പിടിച്ചടക്കാനില്ല, ആരെയും തളർത്താനില്ല, 1000 വോട്ടുകൾ കിട്ടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നില്ല, നമുക്ക് ആരെയും കാണിക്കാനുമില്ല. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ്, അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ. ലാ നുരീദു മിൻകും ജസാം വലാ ശുകൂറാ, ആരുടെയും നന്ദി വാക്ക്, ആരുടെയും പ്രശംസ പോലും പ്രതീക്ഷിക്കാതെയാവട്ടെ നമ്മുടെ നന്മകൾ. സ്ത്രീകൾക്ക് വേണ്ടി വനിതാ വിജ്ഞാന വേദികൾ നടന്നുകൊണ്ടിരിക്കുന്നു.
മഹത്തരമായ ഒട്ടനേകം സംരംഭങ്ങൾ വായിക്കാൻ നേർപ്പദം വാരിക നമ്മുടെ കൈകളിലുണ്ട്. വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം പഠിക്കാൻ, അത് ശരിയാവണ്ണം പഠിക്കാതെ പോയതിന്റെ അതിന്റെ ശരിയായ തലത്തിൽ അതിന്റെ മൻഹജു സലഫ് പാലിച്ചുകൊണ്ട് വായിക്കാതെ പോയപ്പോൾ ഒരുപാട് അബദ്ധങ്ങളിലും പിശകുകളിലും സംഭവിച്ചപ്പോഴാണ് QHLSന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി സിലബസിന്റെ അടിസ്ഥാനത്തിൽ അത് പഠിപ്പിച്ചു കൊടുക്കാനും ധാരാളക്കണക്കിന് ആളുകളിലേക്ക് അതിന്റെ ആശയത്തെ അർത്ഥതലങ്ങളെ കൊണ്ടെത്തിക്കാനും നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒട്ടനേകം സംരംഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനും നിങ്ങളും എവിടെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുക. ഞാനും എൻ്റെ കുടുംബവും എവിടെയാണ് ഉള്ളത്? പ്രിയപ്പെട്ട ഭാര്യമാരെ, ഭർത്താവിനോട് നമുക്ക് ബാധ്യതയുണ്ട്. ഭർത്താവ് എന്ന നിലക്ക് അദ്ദേഹത്തെ ആ മനുഷ്യനോടുള്ള അനുസരണയുണ്ടാവേണ്ടതുണ്ട്. മാന്യമായ നമ്മുടെ പെരുമാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. കുടുംബത്തിനോടുള്ള വലിയ ബാധ്യതകളിൽ ഒരു സ്ത്രീ എന്ന നിലക്കുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇതാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, 5 നേരം നിസ്കരിച്ചാൽ, വസാമത്ത് ഷഹ്റൻ, 1 മാസം നോമ്പ് നോറ്റാൽ, വഅതഅത് സൗജഹ, ഭർത്താവിനെ അനുസരിച്ചാൽ, വഹഫളത് ഫർജഹ, ലൈംഗിക വിശുദ്ധി സൂക്ഷിച്ചാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന പറഞ്ഞത്. എത്ര ഗൗരവത്തോടെയാണ് ആ വാക്ക് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, മാന്യമായ നമ്മുടെ പെരുമാറ്റം കാണിക്കേണ്ടത് അങ്ങാടിയിലും മഹല്ലുകളിലും റോഡിലുമൊക്കെ നമ്മൾ ഉഷാറാണ്. വആശിറുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങളുടെ ഇണകളോട്, കുടുംബക്കാരോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി, ഏറ്റവും നല്ല മനുഷ്യൻ അവന്റെ വീടകങ്ങളിൽ ഉത്തമന്മാരായി മാറേണ്ടതുണ്ട്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നവരാകണം. അവരെ വേദനിപ്പിക്കുന്നവരായി മാറരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം. അവരുടെ ശാപമേറ്റു മേടിക്കുന്നവരായി മാറാതിരിക്കുക. മക്കളോടുള്ള നമ്മുടെ ബാധ്യത, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും റാഇൻ മസ്ഊലുൻ അൻ റഇയതിഹി, ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. മക്കളുടെ കാര്യം നന്നായി ശ്രദ്ധിക്കുക. അവർ വളർന്നു വരുന്ന സാഹചര്യം തികച്ചും വ്യത്യസ്തമായ അവസരങ്ങളാണ്. നല്ല ദീനീബോധവും തർബിയത്തും കൊടുത്ത് സ്നേഹത്തോടെ ക്ഷമയോടെ അവരോട് പെരുമാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദീന് നമുക്ക് നിലനിർത്തി കൊടുക്കാൻ, അത് പഠിക്കാൻ പഠിപ്പിക്കാനുള്ള എല്ലാ ചാൻസുകളും നന്നായി ഉപയോഗപ്പെടുത്തേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മനുഷ്യരെന്ന നിലക്ക് ഈ മഹത്തായ സംവിധാനങ്ങളെ കണ്ടറിഞ്ഞ് അടുത്തറിഞ്ഞ് അതിൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ ഈ സംസാരത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ജിന്നുകളോട് പ്രാർത്ഥിക്കണം, നിങ്ങൾ മലായിക്കത്തുകളോട് പ്രാർത്ഥിക്കണം. ജിന്നുകളോട് പ്രാർത്ഥിക്കണതിന് കുഴപ്പമില്ല, മലായിക്കത്തുകളോട് പ്രാർത്ഥിക്കണതിന് കുഴപ്പമില്ല എന്ന ഏതെങ്കിലും ഒരു ലേഖനമോ ഒരു സംസാരമോ നമുക്കിടയിൽ എവിടെയെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ? ഇല്ല, നമ്മൾ പറയില്ല. ഇതുവരെ പറഞ്ഞിട്ടില്ല, നമുക്കത് പറയേണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ആരോപണങ്ങളോ തെറ്റിദ്ധാരണകളോ ആരുടെയെങ്കിലും മനസ്സിനകത്തുണ്ടെങ്കിൽ തീർത്തും നിങ്ങളൊരു 2 മണിക്കൂർ ഇരുന്നു മനസ്സിരുത്തി പഠിക്കാൻ വായിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കും ബോധ്യപ്പെടും ഇവിടെ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ. ആ നിലക്ക് കൂടെ നമ്മൾ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വിശദീകരണമായ ഹദീസുകൾ ഏതെങ്കിലും നിലക്ക് അതിൻ്റെ സംസമിൻ്റെ പോരിശ, നബി തങ്ങൾ പഠിപ്പിച്ച അജുവയുടെ മഹത്വം, ഖബറിനുള്ള അദാബ്, ഏതെങ്കിലും നബി പഠിപ്പിച്ച ഒരു ഹദീസിനെ നിഷേധിക്കുന്ന ഒരു ബുദ്ധിജീവിയായി നീ മാറിയാൽ തീർത്തും നീ വലിയ ഫിത്തിനയിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിനെ അംഗീകരിക്കുകയും നബി തങ്ങളുടെ ഒരൊറ്റ ഹദീസും ആവശ്യമില്ല എന്ന ബോധ്യവും ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ താങ്കളുടെ ആ ഖുർആൻ സ്വീകരണം പോലും വെറുതെയാണ് എന്ന ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കേൾക്കാനും പഠിക്കാനും വായിക്കാനുമുള്ള നല്ല ഒരു മനസ്സുണ്ടാവണം. നാളെ നരകത്തിൻ്റെ തീയായി മാറുന്ന പല ആളുകളുമുണ്ട്. അവരോട് പറയപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിൽ പ്രവേശിച്ചത്? ആ നരകവാസികൾ അന്ന് പറയുന്ന വാക്കുണ്ട്, വഖാലു, അവർ പറയും, ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ഈ വെന്തരിയുന്ന നരകത്തിൽ വീഴൂലായിരുന്നു. ഞങ്ങൾ കേട്ടില്ല, ഞങ്ങൾ ചിന്തിച്ചില്ല, ഞങ്ങൾ പഠിക്കാൻ ഒരുക്കമല്ല. ആ വാശിയെല്ലാം മാറ്റിവെക്കേണ്ടവരാണ് നമ്മൾ. ചിലരൊക്കെ പറയും, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ശരി തന്നെയാണ് പറഞ്ഞതൊക്കെ, പക്ഷെ എൻ്റെ ചങ്ങാതിമാരൊക്കെ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ചങ്ങാതിമാരുടെ കൂടെയാണ്. പരലോക കോടതിയിൽ ചിലർ വന്നിട്ട് പറയും, യാ ലൈതനാ യാ വൈലതാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ കഷ്ടമേ, ലമ്മത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്ന ചങ്ങാതിയെ എൻ്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേ. ആ ചങ്ങാതിനെ കൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയ്ക്ക് എത്തിയത് എന്ന് അവസാനം വിലപിച്ച് പറയുന്നവരുണ്ട്. ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു, ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, അവലൗകാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വഹും ലാ യഹ്തദൂൻ, അവർ പിഴച്ചവരോ അവർ ബുദ്ധിയില്ലാതെ സംഭവിച്ചു പോയ വല്ലതും ചെയ്തു കൂട്ടിയവരൊക്കെ ആണെങ്കിലും
നിങ്ങൾ അവർ ചെയ്ത അബദ്ധങ്ങളൊക്കെ നിങ്ങളും പിൻപറ്റുകയാണോ എന്ന ഖുർആനിന്റെ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഹുദയിലേക്ക് വരിക. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്, നമ്മുടെ കണ്ണും നമ്മുടെ കാതും ഹൃദയവും പടച്ച റബ്ബിന് കൊടുക്ക. പടച്ചോൻ നമുക്ക് എന്തൊരു നിഅമത്ത് തന്നിട്ടുണ്ടോ. പടച്ച റബ്ബ് തന്ന എല്ലാ നിഅമത്തും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ചോദിക്കും, എന്ത് ചെയ്തു എന്ന ചോദ്യമുണ്ടാകും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. റബ്ബിന്റെ മുമ്പിൽ എല്ലാത്തിനും ചോദ്യമുണ്ടാകും. അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് ഈ ലോകത്തുനിന്ന് അവസാനം വിട പറഞ്ഞ് 6 അടി മണ്ണിലേക്ക് ബർസഖിന്റെ ഖബറിന്റെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. പിന്നീട് ഒരു വലിയ മറയിലാണ് പരലോക കോടതി വരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ. ആ ഖബറിനകത്ത് നമ്മുടെ നന്മ തിന്മകൾക്ക് അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്ന ഒരു ലോകമാണ് ആ ബർസഖ് മുതൽ നമ്മൾ അനുഭവിക്കുന്നത് എന്ന ബോധ്യത്തോടെ ഒരു നന്മയും നിസ്സാരമായി കാണേണ്ട പരലോകത്ത് വന്ന് യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എൻ്റെ ജീവിതകാലത്ത് കുറച്ചു നന്മ ചെയ്തിരുന്നെങ്കിൽ എന്ന് വിലപിക്കുന്ന അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ, നമ്മൾ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഖു അൻഫുസകും വഅഹ്ലീകും നാറ. വാപ്പ മാത്രം പള്ളി, ഉമ്മ മാത്രം ക്ലാസ്സുകളിൽ, മക്കൾ പലരും സജീവ പ്രവർത്തകന്മാർ തുടങ്ങിയ അവസ്ഥക്ക് പകരമായി ഒറ്റ മനസ്സോടെ ഒരേ മനസ്സോടുകൂടെ നമ്മുടെ കുടുംബം ഏറ്റവും നല്ല ശാന്തമായ അവസ്ഥയിലേക്ക് വന്ന് വീടെന്ന് പറയുന്ന വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സഖനാ, നിങ്ങളുടെ ആശ്വാസത്തിന്റെ കേന്ദ്രമാണ് വീട്. മക്കൾക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിന് വീട്ടിലേക്ക് എത്തുമ്പോൾ സാന്ത്വനത്തിന്റെ പരിചരണം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടാൽ അവിടം മുതൽ നമുക്ക് ഈ ദുനിയാവും തന്നെ സുഖങ്ങൾ പലതും അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള നരകത്തിൽ നിന്ന് മോചനം നേടാൻ ആളിക്കത്തുന്ന മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്ന നരകത്തിന്റെ വിറകാകാതിരിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. റബ്ബന സ്രിഫ് അന്നാ ഇബാദുർ റഹ്മാൻ, റബ്ബന സ്രിഫ് അന്നാ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, ഞങ്ങളെ നരകത്തിന്റെ അദാബുകളിൽ നിന്ന് രക്ഷിക്കണേ റബ്ബേ. ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമാ. എത്ര ദയനീയമായ, എത്ര മോശമായ അവസ്ഥയാണ് ആ നരകം എന്നാലോചിച്ച് നോക്ക്. ദുനിയാവിലെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂട്. ഈ ദുനിയാവിലെ തീ നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ദുനിയാവിൻ്റെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂട്. ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾക്ക് പുറത്ത് കടക്കാനുള്ള ഒരു വഴിയുമില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടിക്കടക്കാൻ ഒരു ശഫാഅത്ത്, ഒരു ശുപാർശകനില്ല. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, മല്ലന്മാരായ കഠിനന്മാരായ മലക്കുകളാണുള്ളത്. തൊലികൾ കത്തിച്ച് കത്തിച്ച് നരകത്തിലിട്ട് വിറകാക്കി മാറ്റിയിട്ട് സുമ്മ ബദ്ദൽനാഹും ജുലൂദ, പുതിയ തൊലി കൊടുത്തിട്ട് വീണ്ടും ശിക്ഷ നൽകിക്കൊണ്ടിരിക്കും. തീയെങ്ങാനും ഒരു പൊടിക്ക് ശാന്തമായാൽ കുല്ലമാ ഖബത് വസിദ്നാഹും സഈറ, വീണ്ടും അതിനെ ആളിക്കത്തിച്ചു കൊണ്ടിരിക്കും. ആ നരകത്തിൽ നമ്മൾ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ പെങ്ങൾ, നമ്മോടൊപ്പം ജോലി ചെയ്തവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആരും പെട്ടുപോകാതിരിക്കാൻ ഉപദേശിക്കാനും പറയാനും പറഞ്ഞു കൊടുക്കാനാണ് നമ്മുടെ പണി. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, എത്തിച്ചു കൊടുക്കലാണ് പണി. അയനിക്കോട് അങ്ങാടിയിൽ ഇത് പറയലാണ് നമ്മുടെ പണി, പറഞ്ഞു കൊടുക്കലാണ്, വാട്സപ്പിൽ അയച്ചു കൊടുക്കലാണ്, ലഘുലേഖ കൊടുക്കലാണ്, പുസ്തകം കൊടുക്കലാണ്, ക്ഷണിക്കലാണ് നമ്മുടെ പണി. ഫദക്കിർ, ഉത്ബോധനം കൊടുത്തോളൂ. ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അത് ഉപകാരത്തിൽപ്പെട്ടേക്കാം. ആ ഉപകാരപ്പെടുന്ന നാഫിആയ ഇൽമായി മാറുന്ന ഒരു സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സ്വതക്കുകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റമദാനിന്റെ 17-ന്റെ അന്ന് ഒരു വാഹനമെടുത്ത് നിങ്ങൾ ഈ അയനിക്കോട് മുതൽ വണ്ടൂര്, വാണിയമ്പലം, അങ്ങനെ തുവ്വൂര്, വാണ്ടിക്കാട്, പട്ടിക്കാട് കൂടെ ഇങ്ങനെ കറങ്ങി നടന്നാൽ പള്ളികളിൽ നിന്ന് ചില വിളികൾ കേൾക്കും, ചില വിളികൾ കേൾക്കും. ബദരീങ്ങളെ ബറക്കത്തിനാൽ തുണയാക്കണം യാ റബ്ബനാ.
പിന്നെ അറബിയിൽ കുറേ യാഹ്ലി ബദരി ശുഹദാ, നൂറുകണക്കിന് പ്രാർത്ഥനകൾ അടങ്ങുന്നത്. ആരോടാണ്? അതിനകത്തുള്ള കാമ്പ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബദരീങ്ങളോടാണ്. ബദരീങ്ങൾ ആരോടാ പ്രാർത്ഥിച്ചത്? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ ബദറിന്റെ സമയത്ത് റബ്ബിനോട് ഇസ്തിഗാസ ചോദിച്ചപ്പോൾ ആയിരക്കണക്കിന് മലായികത്തുകൾ ഇറക്കിയിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹനോടാ ഇസ്തിഗാസ നടത്തിയത് ബദരീങ്ങൾ. ആ ബദരീങ്ങളോടാണ് റമദാനിൽ പള്ളികളിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം വരുന്ന പള്ളികളുടെ അകത്തുനിന്ന് ഈ ശബ്ദം കേൾക്കാൻ തുടങ്ങി. റമദാൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ വരാൻ തുടങ്ങുമ്പോൾ പിന്നെ കേൾക്കുന്നത് എന്താ? വേറെ ആള് പേരുമാറാണ്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക കദഹസൻതു ലന്നി യാ ബശീറു യാ നദീറു. അബ്ദുക്കൽ മിസ്കീൻ, നബിയെ അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു, എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരണം നബിയെ. നബി ആരാ? നബി ഒരു ദിവസം 100 തവണ അള്ളാഹുവിനോട് ഫഇന്നി അതൂബു വഅസ്തഗ്ഫിറു ഫിൽ യൗമി 70 മറ 70 തവണ റബ്ബിനോട് തൗബ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന നബിയാ. ആ നബിനോടാണ് പറയുന്നത്, അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. കേൾക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര സലാം പറച്ചിലാണ്. യാ മാഹിദ്ദുനൂബ്, പാപങ്ങൾ മായിച്ചു കളയുന്ന നബിയേ. യാ ജാലിൽ ഖുറൂബ്, ഞങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരുന്ന നബിയേ. എല്ലാ നബിയിലേക്കാണ് പോണത്. അതും കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അടുത്ത റബീഉൽ അവ്വൽ കഴിഞ്ഞ റബീഉൽ ആഖിർ വന്നാൽ ജീലാനി ദിനം നടക്കുകയാണ്, ജീലാനി ആണ്ട് നടക്കുകയാണ്. നല്ല വമ്പന്മാരായ പോത്തുകളെ കൊണ്ടുവന്ന് ഇറക്കാണ്. വലിയൊരുനാക്ക് 6 പോത്താണെങ്കിൽ ജീലാനിക്ക് 36 പോത്താണ്. കാരണം അള്ളാഹിനേക്കാൾ വലുതാണ് ചിലത്. വലിയൊരുനാക്ക് 5 പോത്താണ്, റബീഉൽ അവ്വൽ 25 പോത്താണ്. അള്ള പറഞ്ഞതിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. തിങ്കളും വ്യാഴം സുന്നത്ത് നോമ്പുണ്ട്, 13, 14, 15 നോമ്പുണ്ട്. ആരും അറിയില്ല, ആരോടും കേൾക്കൂല. ബറാഅത്ത് നോമ്പുണ്ടെന്ന് നോക്കിയേ ഭയങ്കര ബഹളം ഉണ്ടാകുമ്പോഴേ. മിഅ്റാജ് നോമ്പുണ്ടെന്ന് കേട്ടു നോക്കിയും എല്ലാവരും അതറിയും. ഇസ്ലാമിലുള്ളത് പറയാൻ ഭയങ്കര മടിയാണ്. ഇല്ലാത്തതിന് വമ്പൻ പോരിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റബീഉൽ ആഖിറിൽ ജീലാനിയുടെ ആണ്ട് പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? മുഹയ്യുദ്ദീൻ ഷെയ്ഖ് ആരാണ്? എല്ലാത്തിനും കഴിവുള്ളവനാണ്. കുഞ്ഞെന്ന് ചൊല്ലോകിൽ ആകും അതെന്നോവർ. വായിക്കാൻ കിട്ടില്ല, സമയമില്ല. മൗലിദ് കിതാബിന്റെ ഉള്ളിൽ നിന്ന് ഓരോ പേജും ഇങ്ങനെ എടുത്ത് വായിച്ചു നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. അള്ളാഹിനെ പറ്റി പറയണതൊക്കെ ഇതിനകത്തുണ്ട്. ആകെന്ന് ചൊല്ലുകിൽ ആകും അതെന്നോവർ. മുഹീദ്ദീൻ ഷെയ്ഖ് എന്തെങ്കിലും ഒരു സാധനത്തിനോട് കുൻ എന്ന് പറഞ്ഞാൽ മതി, അപ്പം ഉണ്ടാകും. എന്നാൽ അള്ളാഹിനെ പറ്റി എന്താ ഖുർആൻ പറഞ്ഞത്? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹ് ഒരു കാര്യം ഉണ്ടാകണമെന്ന് കൽപ്പിച്ചാൽ അതുണ്ടാകുന്നതാണ്. എങ്ങനെ പറയാ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. മുഹീദ്ദീൻ ഷെയ്ഖ് കൽബകത്തുള്ളതെല്ലാം അറിയുന്നവനാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞത് ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ, ഹൃദയത്തിനകത്തുള്ളത് അറിയുന്നവൻ അള്ളയാണ്. മുഹീദ്ദീൻമാർ ഉണ്ടാക്കിയ മനുഷ്യൻ മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല, ഒരിക്കലുമില്ല. അദ്ദേഹം എഴുതിയ യഥാർത്ഥ ഗ്രന്ഥത്തിനകത്ത് അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കണം, സൃഷ്ടികളിലേക്ക് അഭയം പ്രാപിക്കരുത്. നിന്റെ കർബുകളിൽ, നിന്റെ പ്രയാസങ്ങളിൽ നീ ഇസ്തഗ്സ് ബില്ലാഹ്, അള്ളാഹിനോട് സഹായം തേടണം. അവിടുത്തെ ഗുനിയ എന്ന കിതാബിലുണ്ട്. അവിടെ നിന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല. ഷെയ്ഖ് മരിച്ചിട്ട് 100-150 കൊല്ലം കഴിഞ്ഞ് എഴുതിണ്ടാക്കിയിട്ട് പള്ളികളിൽ വെച്ചിട്ട് അറബിയിലും മലയാളത്തിലും പാടിക്കൊണ്ടിരിക്കുന്ന കുത്തുബിയത്തിലൊക്കെ എന്താ 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ആ പരിസരത്ത് ഏതെങ്കിലും സാധുക്കളുണ്ടെങ്കിൽ ഇറങ്ങി ഓടാൻ മാത്രം യാ ഷെയ്ഖ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹദീറു ഹദീറു ഇമ്മജ്ലിസിൽ ഹദീറു. 1000 തവണയാണ്. അള്ളാനെ 10 തവണ വിളിക്കാൻ മടിയുള്ള മനുഷ്യൻ 1000 തവണ ലൈറ്റ് ഓഫ് ആക്കി പൊട്ടിക്കരഞ്ഞ് വിളിക്കുന്നത് ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മുഹയ്യുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹിയാണ്. ആ ബഗ്ദാദിന്റെ കുറച്ചും കൂടി അപ്പുറത്താണ് ഫലസ്തീൻ കിടക്കുന്നത്. ആ ഫലസ്തീനിൽ ഒരുപാട് സാധുക്കൾ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇസ്ലാമിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. ഇപ്പോഴും നടനായാട്ട് നടന്നുകൊണ്ടിരിക്കുക. അവിടുന്ന് ഫലസ്തീനിൽ എപ്പോഴെങ്കിലും യാ ഷെയ്ഖ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി കേട്ടിട്ടുണ്ടോ? കേൾക്കൂല. എന്താ കേൾക്കാത്തത്? അവിടെ ഈ ആദർശം അറിയില്ല. ഇത് ഇവിടെ ചില ആളുകൾക്ക് മാത്രം കിട്ടിയ സാധനമാണ്.
അങ്ങനെ ജനങ്ങളുടെ മുമ്പിലേക്ക് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട്, അത് കഴിഞ്ഞ് കുറച്ചുകൂടി ദിവസം കഴിഞ്ഞാൽ റിഫായി റാത്തീബിൻ്റെ സമയം വരാൻ തുടങ്ങും. അവിടെ ആരോടാണ്? റിഫായി ഷെയ്ഖിനോടാണ് പ്രാർത്ഥന. അത് സാധാരണ അങ്ങോട്ട് ചൊല്ലിയാ പോരാ. റിഫായി ഷെയ്ഖ് വരണമെങ്കിൽ ചോരയൊഴുകണം, കുത്തറാത്തീബ് നടത്തണം. എന്നിട്ട് സ്റ്റേജിൽ കോഴിക്കോടുകാരനായ കോയ കാപ്പാടിനെ കൊണ്ടുവന്ന് റിഫായി റാത്തീബ് ചൊല്ലി യാ ഷെയ്ഖ് മുഹയ്യദ്ദീൻ എന്ന് പറഞ്ഞ്, യാ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് കുത്തിയിട്ട് അങ്ങനെ റിഫായി ഷെയ്ഖിനെ ഹാദിറാക്കുന്ന റിഫായി റാത്തീബ് കൊണ്ടുവരുന്നത് എന്തിനാണ്? റിഫായി ഷെയ്ഖിനെ പ്രാർത്ഥിക്കാൻ. അള്ളാഹുവിനെ പറ്റിയിട്ട് എന്താ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരിക്കാത്ത അള്ളാഹുവിൽ നിങ്ങൾ തവക്കുലാക്കിക്കോളൂ. സഹോദരങ്ങളെ, അള്ളാന്റെ ഖുർആൻ പറയുകയാണേ, നിങ്ങൾ ഈ മരിച്ചോരോടല്ല തവക്കുലാക്കേണ്ടത്. നിങ്ങളുടെ വിഷമം മാറാനും പ്രയാസം മാറാനൊക്കെ നിങ്ങൾ ജീവിച്ചിരിപ്പുള്ള പടച്ചറബിലേക്ക് വരാൻ. ഇനി അത് മാത്രമല്ലല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ പ്രാർത്ഥനയുടെ കാര്യം മാത്രം എടുത്ത് നോക്കിയാൽ എത്ര വലിയ അബദ്ധത്തിലാണ് ഈ സമൂഹം ചെന്ന് പെട്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ വിചാരിച്ചു. ആദ്യം അങ്ങനെ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു, പിന്നെ മമ്പുറന്നങ്ങളായി മൊയ്യുദ്ദീൻ ഷെയ്ഖായി. ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം മമ്പുറന്നങ്ങളും ബദരീങ്ങളൊന്നും പറയില്ല. ഇപ്പം എല്ലാവരുടെ ചാനലും സി എം മടവൂരാണ്. ഇനി നമ്മളെ മക്കളെ കാലഘട്ടം കഴിഞ്ഞ് പോയാൽ പിന്നെ എന്തെങ്കിലും കേൾക്കാൻ നോക്കി വടിത്തങ്ങളും പൊടിത്തങ്ങളുമായിട്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞേക്കും. നമ്മുടെയൊക്കെ വരുന്ന തലമുറയിൽ ഇത് വരിക. അവിടെ ഞങ്ങളെ വാപ്പകാരണവന്മാരൊക്കെ അത് ചെയ്തതാണ്. ഏതാ വാപ്പകാരണവന്മാർ? സി എം മടവൂര് മരിച്ചിട്ട് 35 കൊല്ലമായിട്ടുള്ളൂ. 35 കൊല്ലമായപ്പോൾ തുടങ്ങി. എന്തൊക്കെയായി? ലോകം നിയന്ത്രിക്കുന്നത് പടച്ചോന്. മുദബ്ബിറുൽ ആലം പറഞ്ഞു പടച്ചോനാണെന്ന് പറഞ്ഞു. എന്തൊക്കെ അത്ഭുതങ്ങളാണ് പറഞ്ഞും പാടിയും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സി എം സ്മരണിക എന്ന പുസ്തകത്തിൽ ആ മനുഷ്യന്മാർ തന്നെ എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയാണോ അല്ലേ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. സി എം മടവൂരിൻ്റെ കറാമത്ത് എഴുതി വെച്ച പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം നമസ്കരിക്കാറില്ലായിരുന്നു, സ്വർണത്തിൻ്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു. നമ്മളാരും എഴുതിണ്ടാക്കിയ പുസ്തകമല്ല. കോഴിക്കോട് ചെന്നാൽ മതി, ചിട്ടിമത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ആ മനുഷ്യനെ പറ്റിയിട്ട് എഴുതിണ്ടാക്കിയതാണ്. അവിടേക്കാണ് ജനങ്ങൾ ഒഴുകുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ തൊട്ടടുത്തൊരു പരിസരത്ത് ഞാനൊന്ന് ചെന്നപ്പോൾ അവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറയാണ്, ഞങ്ങളെ നാട്ടുകാരും അങ്ങനെ ഇവിടെ ഒന്നും പോകാറില്ല. നിങ്ങളുടെ പാലക്കാട്ടു നിന്നും മലപ്പുറത്തുനിന്നും മണ്ടൂരിൽ കോഴിക്കോട് നിന്നൊക്കെയാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. നാട്ടുകാർക്കറിയാതെ ആരാ മുതൽ എന്നുള്ളത്. പക്ഷെ ദൂരക്കാർക്കറിയില്ലല്ലോ. അവിടെ ദൂരത്ത് ഭയങ്കര പബ്ലിസിറ്റിയാണ്. എന്നിട്ട് എന്തിനാ അവിടെ വരുന്നത്? കുട്ടികളില്ലാത്തവർ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. സി എം മടവൂരിന് കുട്ടികളില്ല. എന്നിട്ട് ഇവിടുന്ന് ആൾക്കാർ പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ കുട്ടികളെ കിട്ടും. ആ മനുഷ്യ പിന്നെ രോഗം മാറാൻ ആ മനുഷ്യന് ജീവിതകാലത്ത് അവസാനം നടക്കാൻ കഴിയാഞ്ഞിട്ട് വടിയും കുത്തിയിട്ടാണ് നടന്നിരുന്നത്. അതൊക്കെ സ്വാഭാവികമായി മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നതാണ്. എന്നിട്ട് ഇതൊക്കെ കറാമത്താണെന്നും പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിക്കുക. ഇവിടെയാണ് മനുഷ്യരോട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്, ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നും, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹ് പഠിപ്പിച്ച യഥാർത്ഥ ഹുദയിൽ ഇല്ലാത്തത് ജനങ്ങളെ കൽപ്പിച്ച് ചെയ്യിപ്പിക്കുക, അള്ളാഹുവിൽ നിന്ന് അകറ്റുക, സൃഷ്ടികളിലേക്ക് കൊണ്ടുപോയി അഭയം പ്രാപിക്കുക, എന്നിട്ട് അതിനുവേണ്ടി ഓരോരോ ചടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ എത്തിക്കുക. ആ പ്രയാസങ്ങൾ മാറാനും രോഗങ്ങൾ മാറാനും ഖുർആൻ പറഞ്ഞത് എന്താ? അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം ബാധിച്ചു, ഉദാഹരണമാണല്ലോ. 18 കൊല്ലക്കാലം എന്ന് തഫ്സീറുകൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങേയറ്റത്തെ വിഷമായി സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു, മക്കൾ പലരും മരണപ്പെട്ടു പോയി, വല്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചു. എന്നിട്ട് അയ്യൂബ് നബി എന്താ ചെയ്തത്? അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ, റബ്ബിനോട് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. മക്കളില്ലാതെ വിഷമിച്ച ഇബ്രാഹിം നബി എന്താ ചെയ്തത്? ഏത് വെള്ളാ കുടിച്ചത്? ഏത് പൊടിയാ നക്കിയത്? ഏത് മക്കാമിലേക്കാ തെരഞ്ഞുപോയത്? റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. നമ്മളോട് പറയാണ് നിങ്ങൾ ഇബ്രാഹിം നബിന്റെ മില്ലത്ത് പിൻപറ്റണമെന്ന്.
മക്കളെ കാണാതെയായി വിഷമിച്ച യാക്കൂബ് നബിയിലെ സന്താനങ്ങളെ കാണാതെയായപ്പോൾ യാക്കൂബ് നബി എവിടേക്കാ പോയത്? ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ വേവലാതി, എൻ്റെ സങ്കടങ്ങൾ നിന്നിലേക്ക് ഞാൻ ഒഴുക്കുകയാണ്, മടക്കുകയാണ്. അവരൊക്കെ നമ്മളെ അമ്പിയാക്കന്മാരുടെ മാർഗത്തിലേക്കാണ് പോണ്ടത്. അള്ളാഹിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ ആ മാർഗത്തിൽ എത്താൻ പറ്റുമോ? അള്ളാഹിനെയും റസൂലിനെ അനുസരിച്ചാലാണ് അമ്പിയാക്കന്മാരുടെ, സുദീഖന്മാരുടെ, ശുഹദാക്കന്മാരുടെ കൂടെ എത്താനുള്ള നിബന്ധന എന്താ? അള്ളാഹിനെയും റസൂലിനെയും അനുസരിക്കുക എന്നതാണ്. ഖുർആനും സുന്നത്തും പിൻപറ്റുക എന്നതാണ്. ഇനി ഏത് കാര്യം എടുത്തു നോക്കിയാലും ഇത്തരത്തിൽ നമുക്ക് വായിക്കാം. ആ പ്രവാചകന്റെ മാർഗം പിൻപറ്റാനാ നമ്മളോട് പറഞ്ഞത്. ആ നബിതങ്ങൾ എന്തൊരു കാര്യം നമ്മളോട് കൽപ്പിച്ചോ അത് അനുസരിക്കാനാ പറഞ്ഞിരിക്കുന്നത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. റസൂൽ കൊണ്ടുവന്നതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം. നബി പാടില്ലെന്നും നിരോധിച്ചതും വിലക്കിയതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ പലിശ ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത്? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. എന്താ നിങ്ങൾ ജ്യോത്സ്യന്മാരത്തേക്ക് പോകണ്ട എന്ന് പറയുന്നത്? നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരം ആളുകളുടെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കാര്യം എടുത്തു നോക്കിക്കോ, നിങ്ങൾ എന്തുകൊണ്ടാ ലഹരി ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞത്? കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും ഹറാമാണ്, എല്ലാ ലഹരിയും ഹറാമാണ്. വലിക്കുന്നതും കുടിക്കുന്നതും പുകക്കുന്നതുമായ എല്ലാം. അയനിക്കോടങ്ങാടിയിലെ പ്രിയപ്പെട്ട കച്ചവടക്കാരെ, നിങ്ങളുടെ കടയിൽ സിഗരറ്റ് വിൽക്കുന്നുണ്ടോ, കാജബീഡി വിൽക്കുന്നുണ്ടോ, ഞാൻ പേര് പറഞ്ഞതും അല്ലാത്തതുമായ ഏത് സാധനം നിങ്ങൾ വിൽക്കുന്നുണ്ടോ, നിങ്ങളുടെ സമ്പത്ത് ഹറാമിലേക്ക് നീങ്ങുകയാണ്. വിൽക്കാൻ പാടില്ലാത്ത, വലിക്കാൻ പാടില്ലാത്ത, ഉപയോഗിക്കാൻ പാടില്ലാത്ത ലഹരി വിൽക്കുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ ഇന്ന് മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ തിന്നാൻ കൊടുക്കുന്നത് ഹറാമായ സമ്പാദ്യമാണ്. നാട്ടുകാർക്ക് മുഴുവൻ ക്യാൻസർ പരത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കുന്ന മുതൽ ഹലാലായി മാറില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ അത് തടസ്സം നിൽക്കുന്ന കാര്യമാണ്. ഇതൊക്കെ വെറും MDMA കഞ്ചാവ് മാത്രമൊന്നല്ല, ഇതൊക്കെ ഒരു പെട്ടതാ. അതിന് ആ സാധനത്തുമ്പോൾ തന്നെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇത് ആരോഗ്യത്തിന് അപകടകരമായ സാധനമാണ്. അപ്പൊ തന്നെ പിന്നെ വിൽക്കാൻ പറ്റൂല. അങ്ങനെ ഏതേത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഇതാണ് നമ്മുടെ നിബന്ധന. എന്തുകൊണ്ട് നബിതങ്ങൾ പറയുന്നത് നമ്മൾ അനുസരിക്കണം? ഖുർആൻ മാത്രം പോരെ? ഖുർആനല്ലേ വലുത്? ഖുർആനേക്കാൾ വലുതാണോ നബി എന്ന് ചോദിക്കുന്നവരോട് അള്ളാന്റെ ഖുർആൻ തന്നെയാണ് പറഞ്ഞത്, അള്ളാനെ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം, ലഅല്ലകും തുർഹമൂൻ, എങ്കിൽ കാരുണ്യം ലഭിച്ചേക്കാം. വെറും ഖുർആൻ മാത്രമല്ല പറഞ്ഞു. എന്തിനാ നബി പറയുന്നതൊക്കെ സ്വീകരിക്കുന്നത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അതാ വ്യത്യാസം. പ്രവാചകൻ വഹയിന്റെ അടിസ്ഥാനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന സന്ദേശം, അള്ളാഹുവിൽ നിന്ന് കിട്ടിയ സന്ദേശം, അത് പ്രവാചകന് ലഭിച്ചു. ആ പ്രവാചകനിൽ നിന്ന് കിട്ടിയതാണ് ഈ വഹി. ആ വഹീന്റെ സന്ദേശമാണ് സുന്നത്തായി, ഹദീസായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേണ്ടെന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ കഴിയൂല, പ്രാർത്ഥനകൾ ശരിക്കും നടത്താൻ കഴിയൂല, ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയൂല, നോമ്പിന്റെ നിബന്ധനകൾ പാലിക്കാൻ കഴിയൂല, ശരിയായ രൂപത്തിൽ വിവാഹങ്ങൾ നടത്താൻ കഴിയൂല, ശരിയായ രൂപത്തിൽ കച്ചവടം നടത്താൻ പറ്റൂല. ആകെ അബദ്ധം. അതിൻ്റെ പിഴവ് ഇന്ന് നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാരുണ്ട്. അവരുടെ സംസാരങ്ങളിലൊക്കെ അതിൻ്റെ അംശങ്ങൾ കാണാൻ സാധിക്കും. അവർ പറയും ഖുർആനൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നമുക്ക് നിസ്കാരം 5 തവണ ആവശ്യമില്ല. വെള്ളിയാഴ്ചക്ക് പ്രാധാന്യമൊക്കെയുണ്ട്, പക്ഷെ ജുമുഅന്നെ നടത്തണമെന്ന് നിയമമൊന്നുമില്ല. ഹജ്ജൊക്കെ വേണമെന്നുണ്ട്, മക്കത്തേക്ക് തന്നെ പോകണമെന്നില്ല. ബലിയൊക്കെ നടത്തണം, അതിന് മൃഗത്തിന് തന്നെ അറക്കണമെന്നില്ല. അങ്ങനെ കുറേ വാദങ്ങളുമായി അവർ വരും. അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും യുക്തികൾക്കും ചിന്തകൾക്കും വേണ്ടി മാത്രം അവർ അങ്ങ് കീഴ്പ്പെട്ടു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളോടും ഉലമാക്കന്മാർ രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഒരു കക്ഷിയാണ് ലോകത്ത് വിജയിക്കുക. ആരാണ് അവർ? മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊണ്ട മാർഗത്തിൽ നിലകൊണ്ടവരെ വിജയിക്കൂ. ഫവൈലുൽ മുസല്ലീൻ ഒറ്റായത്തുണ്ട്, നിസ്കരിക്കുന്നവർക്ക് നാശം. ഈ ഒറ്റായത്തും കൊണ്ട് നടന്നിട്ട് ഓൻ പള്ളി പോണോട് പറയാണ്, ചങ്ങായി പള്ളി പോകാൻ നിൽക്കണ്ട, ഫവൈലുൽ മുസല്ലീൻ. അതിന് ബാക്കി എന്താ? ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്താ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അങ്ങനെ ഒന്ന് വരച്ചു നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും.
ഞാൻ പറഞ്ഞു വന്നത്, ആ പ്രവാചകനെ ശരിയായ രൂപത്തിൽ പിൻപറ്റാതെ നമുക്ക് നബിനെ സ്നേഹിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. സുന്നത്ത് വേണ്ടാന്ന് പറഞ്ഞ കഴിഞ്ഞു. നിങ്ങൾ എന്നെ പിൻപറ്റണം. യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും. ഒരുപാട് നേട്ടങ്ങൾ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ആകയാൽ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൻ്റെ ഏത് കാര്യവും തീരുമാനിക്കുന്നത് പ്രവാചകന്റെ കൽപ്പനകളോട് യോജിച്ചുകൊണ്ടായിരിക്കണം. നമ്മൾ ഏത് റോട്ടിലൂടെ യാത്ര പോകണം നമുക്ക് തീരുമാനിക്കാം. ബൈക്ക് മേടിക്കണോ, കാറ് മേടിക്കണോ, ദുനിയാവിൻ്റെ കാര്യമാണ് നമുക്ക് തീരുമാനിക്കാം. റോഡ് ടാർ ചെയ്യണോ, കോൺക്രീറ്റ് ചെയ്യണോ, നമുക്ക് തീരുമാനിക്കുക, ദുനിയാവിൻ്റെ കാര്യമാണ്. എന്നാൽ ഒരു നിസ്കാരം നമ്മുടെ വകയായി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, അത് മതപരമായ കാര്യമാണ്. വ്യത്യാസത്തിലുള്ളൂ. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാതെ ഈ ദീനിൽ വല്ലതും തുന്നിച്ചേർത്താൽ, കൂട്ടിച്ചേർത്താൽ അത് തള്ളണം. അത് സംശയമില്ല. ആ ഒരൊറ്റ കാര്യം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്തത് ചെയ്തു കൂട്ടുന്നതിൻ്റെ ആപത്താണ്. ഇന്ന് ചൂഷണം ചെയ്യാൻ മതത്തിൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥമായ ഷഅറിന് ഒരുപാട് ബറക്കത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കച്ചവടം ചെയ്യാനും, അത് ബോംബെയിലെ ജാലിയൻ വാലയുടെ മുടി കൊണ്ടുവന്നുകൊണ്ട് 25,000 രൂപക്ക് ആ കുപ്പിവെള്ളം വിൽക്കാനും കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? നബിയുടെ മുടിയുടെ പേര് പറഞ്ഞുകൊണ്ട് പണം ചൂഷണം ചെയ്യാനാണ്. ഇസ്ലാമിൽ ദിക്റുകളുണ്ട്, ഒരുപാട് ദിക്റുകളുണ്ട്. എന്നാൽ ആ ദിക്ർ ഹൽക്കകളുടെ പേര് പറഞ്ഞുകൊണ്ട്, ദിക്ർ ഹൽക്കകളുടെ പെട്ടികൾ നിരത്തിക്കൊണ്ട് ഇതിന്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്ന മേഖലകൾ ഇന്ന് മറുഭാഗത്ത് നടക്കുകയാണ്. ഇസ്ലാമിൽ സ്വലാത്ത് നബിതങ്ങൾ പഠിപ്പിച്ചു, മാന്യമായി കൃത്യമായി സ്വഹാബത്തിന് പഠിപ്പിച്ചു. ഇബ്രാഹിമി സ്വലാത്തുണ്ട്, വിവിധങ്ങളായ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽ താജു സ്വലാത്ത് വന്നിട്ടില്ല, സ്വലാത്തുൽ ഫാത്തിഹ് വന്നിട്ടില്ല, ആറ്റക്കോയ തങ്ങളുടെ വന്നിട്ടില്ല, നൂറെ ഹബീബ് വന്നിട്ടില്ല, കമാലിയ സ്വലാത്ത് വന്നിട്ടില്ല, സ്വലാത്ത് വാർഷികം വന്നിട്ടില്ല. സ്വലാത്തുണ്ട്, സ്വലാത്ത് പെട്ടിയില്ല. സ്വലാത്തുണ്ട്, സ്വലാത്ത് കച്ചവടമില്ല. സ്വലാത്തുണ്ട്, സ്വലാത്ത് പാർസലാക്കലില്ല. സ്വലാത്ത് കൊടിമരമില്ല. സ്വലാത്ത് പെട്ടിയില്ല. സ്വലാത്ത് ചോറില്ല. ഇത് പറയുമ്പോഴാണ് ജനങ്ങൾ പറയാ നിങ്ങൾക്ക് സ്വലാത്തില്ല. അതിന്റെ ആപത്ത് എന്താ? അതിന്റെ ആപത്ത് ഇന്ന് നമ്മുടെ നാടുകളിൽ സ്വലാത്ത് കൊണ്ട് മാത്രം ചൂഷണം ചെയ്യപ്പെട്ട 10,000-ങ്ങളുണ്ട്. എത്ര ആളുകളാണ് അതിൻ്റെ പിന്നിലിരുന്ന് പണം ഇട്ട് കൊടുക്കാൻ തയ്യാറാണ്, സമയം കൊടുക്കാൻ തയ്യാറാണ്, എത്ര ദൂരം യാത്ര പോകാനും തയ്യാറാണ്. വീട്ടിലിരുന്നു കൊണ്ട് സ്വലാത്ത് ശരിയായ വണ്ണ രൂപത്തിൽ ചൊല്ലിയാൽ ഒരു സ്വലാത്തിന് 10 നന്മയുണ്ട്. അതിന് എവിടെയും പോകേണ്ട ആവശ്യമില്ല. അത് എത്തിച്ചു കൊടുക്കാൻ മലായിക്കത്തുകളുണ്ട്. പിന്നെ എത്തിയും കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അത്ര കുട്ടികൾക്ക് മദ്രസ കൊടുക്കുന്നുണ്ട്, ഇത്ര കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ സ്വലാത്തുൽ ഫാത്തിഹയിൽ പങ്കെടുക്കണം. അങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കിയാൽ ഈ ദീന് പിന്നെ എന്തായി? സഹോദരങ്ങളെ, ഒരു സഹാബിന്റെ ചരിത്രം കാണാൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒന്ന് തുമ്മിയപ്പോൾ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഉടൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ഈ പറയുന്നത്? അദ്ദേഹം ഞാൻ ഹംദും സ്വലാത്തും കൂടിയാണ് കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തിരിച്ചു ചോദിക്കുകയാണ്, ഇങ്ങനെ നബി തങ്ങളുടെ കൽപ്പനയുണ്ടോ? ഇല്ല, ഞാൻ അങ്ങ് പറഞ്ഞതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, അൽഹംദുലില്ലാഹ് മദീ, അതാണ് ഇസ്ലാമിലുള്ളത്, അതാണ് സുന്നത്തിലുള്ളത്. അപ്പൊ എന്ത് സുഖാണ്, എത്ര ലളിതമാണ് ഇസ്ലാം. മുഹിയുദ്ദീൻ മാലയുടെ പഴക്കം എത്രയാണ്? 800 കൊല്ലം പഴക്കമുള്ള ഗ്രന്ഥങ്ങളാണ് നമ്മുടെ നാട്ടിൽ. മുഹിയുദ്ദീൻ മാല 400-ാം വാർഷികമാണ് ആഘോഷിച്ചു കഴിഞ്ഞത്. ഖുതുബിയ്യത്ത് 300 കൊല്ലമാണ്. ഹദ്ദാദിന് 800 കൊല്ലത്തിന്റെ പഴക്കമാണ്. നബിദിനാഘോഷത്തിന് 700 കൊല്ലത്തിന്റെ പഴക്കമാണ്. സ്വലാത്ത് വാർഷികത്തിന് 30 കൊല്ലത്തിന്റെ പഴക്കമാണ്. നമുക്ക് 1400 കൊല്ലം പഴക്കമുള്ള ഇസ്ലാമിന്റെ മഹിതമായ പാരമ്പര്യമുണ്ട്. അതിൽ നിന്ന് പഠിക്കണം സുന്നത്ത് എന്താണെന്ന്. അതിലില്ലാത്തത് ബിദ്അത്താണ്. മുഹിയുദ്ദീൻ മാല, ഹദ്ദാദ്, റാത്തീബ്, സ്വലാത്തുൽ ഫാത്തിഹ് ഷാഫി ഇമാമിന് അറിയുമോ? നിങ്ങൾ മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിൻപറ്റുന്നുണ്ടെങ്കിൽ അവർ ഇത് കണ്ടിട്ടുണ്ടോ? അവർക്കിത് പരിചയമുണ്ടോ? കുത്തറാത്തീബ് മാലിക് ഇമാമിന് അറിയുമോ? ഹനഫി ഇമാമിന് അറിയുമോ? ആർക്കും കേട്ടിട്ടില്ല, പരിചയമില്ല. പിന്നെ ആരതുണ്ടാക്കി? ഇതൊക്കെ പുതുതായി അവനവന്റെ ഇഷ്ടത്തിനും സൗകര്യത്തിനും കൊണ്ടുവന്ന് നല്ലതല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞ് തന്നിഷ്ടത്തിനനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് നമ്മളോട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞതും. നാളെ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ വിലപിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ വരുന്നതാണ്. അവർ വന്നിട്ട് പറയും, റബ്ബനാ ഇന്നനാ അത്അനാ സാദതനാ വകുബറാഅനാ. ഞങ്ങളെ സയ്യിദന്മാര്, ഞങ്ങളെ നേതാക്കന്മാര്, അവര് പറയുന്നത് അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചു. എന്തുണ്ടായത്? ഫാദല്ലൂന സബീല, ഞങ്ങളെ അവരങ്ങ് വഴിപിഴപ്പിച്ചു. അവരുടെ വേഷം,
അവരുടെ കയ്യിലുള്ള മാലയും കഴുത്തിലിട്ടിരിക്കുന്ന ഷാളും തലയിലിട്ടിരിക്കുന്ന വലിയൊരു തൊപ്പിയും എല്ലാം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതന്നെ ദീനെന്ന് വിചാരിച്ചു. അവർ ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഈ പരലോക കോടതി, നീതിയുടെ കോടതി, സത്യത്തിന്റെ കോടതി ഇവിടെ വെച്ചുകൊണ്ട് റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്, ഇരട്ടി ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണേ. വൽ അൻഹും ലഅനൻ കബീറാ, അവർക്ക് വലിയ ശാപം കൊടുക്കണേ. ഇത് അവിടെ പറയാതിരിക്കാനാണ് നമ്മൾ ഈ ദുനിയാവുന്ന ഇത്തരം വേദികൾ ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ജനങ്ങളെ ചൂഷണം ചെയ്യാണ് അവന്റെ വിഷമങ്ങളിൽ, സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ ജനങ്ങൾക്ക് പരിഹാരം കൊടുക്കും. ഇതാ മക്കാമുകളിലേക്ക് സിയാറത്ത് ടൂർ നടത്താൻ പോവുകയാണ്, നിങ്ങൾ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും പൈസ എടുത്ത് പോന്നോളിയും, നമ്മൾ ഇത്ര ദിവസത്തിന് അമീറിന്റെ കീഴിൽ ഉംറ കൊണ്ടുപോകണം മാതിരിയ അമീറിന്റെ കീഴിൽ ഞങ്ങൾ ഇതാ സിയാറത്ത് ടൂർ കൊണ്ടുപോകാൻ പോവാണ്. എവിടേക്കാ കൊണ്ടുപോകണത്? ഭീമാപള്ളി ഉമ്മച്ചിന്റെ അടുത്തേക്കാണ്. പിന്നെ ഉള്ളാളിലേക്കാണ്, കുറച്ച് അങ്ങോട്ടും കുറച്ച് ഇങ്ങോട്ടും. ഇതിന്റെ ഇടയിൽ പേരറിയുന്നതും പേരറിയാത്തതുമായ നൂറുകണക്കിന് മക്കാമുകളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയിട്ട് ഇവിടെ പൈസ ഇട്ടാൽ, ഇവിടുത്തെ എണ്ണ തൊട്ടാൽ, ഇവിടുത്തെ ജാറം മൂടിയാൽ, ഇവിടെ ഇരുന്നോതിയാൽ, ഇവിടെ തൊട്ടാൽ, ഇവിടെ ചുംബിച്ചാൽ നിങ്ങളെ പ്രശ്നങ്ങൾ തീരുമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ. മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വസിയത്താണ്, മരിക്കുന്നതിന്റെ മുമ്പുള്ള വസിയത്താണ്. ആ ഒരു വസിയത്തെങ്കിലും പാലിക്കാൻ പ്രിയപ്പെട്ട മലയാളികളെ നമുക്ക് സാധ്യമാകണം. ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപമുണ്ട്. അൽ യഹൂദ വന്നസാറ, യഹൂദി നസാറാക്കൾക്ക്. എന്തേ കാരണം? ഇത്തഖദു, അവർ ആരാധിച്ചു സ്വീകരിച്ചു, ഖുബൂർ അംബിയാഇഹിം മസാജിദ, അംബിയാക്കന്മാരുടെ ഖബറിടങ്ങളെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി. ഈ പണിയല്ലേ ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത്? അമ്പിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കിയവർക്ക് ലഅനത്തുല്ലാഹ്. അമ്പിയയുമല്ല, ഔലിയയുമല്ല, സ്വാലിഹുമല്ല, ആരതാന്ന് പോലും അറിയാത്ത മഖാമുകളിലേക്കാണ് നമ്മുടെ ഖൗമ് പോണത്. ആരാ? ഭീമാപള്ളി ഉമ്മച്ചിന്റെ അടുത്തേക്ക് പോണതെങ്കിൽ അവിടെ ചെന്നിട്ടാണ് എല്ലാ പരാതികളും പരിഭവങ്ങളും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സീമടവൂരിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നീട് മുനമ്പത്ത് പോകുന്നവരവസ്ഥയ്ക്ക് ആ മക്കാമിലേക്ക് പോയിട്ട് ആരോടാണ് ഇവർക്ക് പറയാനുള്ളത്? ഊരും പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോട് ഉമർ ഖാദി, കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഊരും പേരറിയില്ല, ആരാണ് കിടക്കണതെന്ന് അറിയില്ല, പക്ഷെ ആള് ഫേമസ് ആണ്. എങ്ങനെ ഫേമസ് ആകണത്? വെളിയങ്കോട്ടിൽ നിന്ന് കിട്ടിയതാണ് ആ ഡെഡ് ബോഡി, അതുകൊണ്ട് കറാമത്തുണ്ട്. മക്കത്തുള്ള അബൂജഹലിന് കറാമത്തില്ല, അതിനേക്കാൾ വലുതുണ്ടോ? പിന്നെ വേറെ എവിടുന്നെങ്കിലും കിട്ടുന്ന ഒരാള്. അത് കൊല്ലം ജില്ലയിൽ ഓച്ചിറയിൽ ചെന്ന് നോക്കിയാൽ അവിടെ കാണുന്നത് ദാമോദരൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മക്കാമിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓച്ചിറ ഉപ്പൂപ്പയുടെ മക്കാമിലേക്ക്. ആരാ ഓച്ചിറ ഉപ്പൂപ്പാന്റെ പേരെന്താ? ദാമോദരൻ എന്നായിരുന്നു പേര്. എന്നോട് ക്ഷമിക്കണം. അച്ചാറ്, ആ അവിടുത്തെ മാലിന്യത്തിൽ നിന്ന് അച്ചാറ് തോണ്ടി കഴിച്ചിരുന്ന ആ മനുഷ്യൻ മരിച്ചോ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ കൗമിൽ നിന്ന് ചിലർ ചെന്നിട്ട് ജാറം മൂടിയിട്ട് പറഞ്ഞു, ഇത് ദാമോദരനല്ല, ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന പോസ്റ്റർ ഒട്ടിച്ചു. പൈസ ഉണ്ടാക്കി. കണ്ണൂർ ജില്ലയിൽ ജാറമുണ്ട്, 3 പെറ്റുമ്മ ജാറ്, 3 പെറ്റു. അതുകൊണ്ട് എന്താ ഇവിടെ 9 10 പെറ്റൂല് കിടക്കുക. 3 പെറ്റുമ്മ ജാറം. എന്താണ് പണി? കുട്ടികളില്ലാത്തവരൊക്കെ പോയി തൊട്ടിൽ കിട്ടുക. നമ്മൾ ആലോചിച്ചു, സാധാരണ കുട്ടികളെ എപ്പോഴാണ് നമ്മൾ കെട്ടല്? തൊട്ടിൽ കിട്ടൽ കുട്ടികളെ കിട്ടുന്ന സമയത്താണല്ലോ. കിട്ടാൻ വേണ്ടി തൊട്ടിൽ കിട്ടുക. അവിടെ കൊണ്ടിട്ട് ആകെ തൊട്ടിലോണ്ട് മാലയാണ് അവിടെ. മണ്ണാർക്കാട് ചെന്ന് നോക്കി നിങ്ങൾ, ഒരു മരത്തുമ്മിലാണ് വള്ളി കെട്ടിയിരിക്കുന്നത്. കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് ആ മരത്തിന്റെ വള്ളിമ കൊണ്ടുപോയിട്ട് പിടിച്ചുകൊണ്ട് ഓരോ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയാൽ കുട്ടികളെ കിട്ടുന്നതാണ് അവിടെ ചെല്ലുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിൽ സിയാറത്ത്, ഖബർ സിയാറത്ത് പഠിപ്പിച്ചത് കുട്ടികളെ കിട്ടാനും, ആഗ്രഹം നടക്കാനും, ഭർത്താവിന് ജോലി കിട്ടാനും, നമ്മുടെ വീട്ടിലെ കുടുംബ വഴക്ക് തീരാനൊന്നല്ല ഖബർ സിയാറത്ത്. ആ ഖബർ സിയാറത്തിനെ കുറിച്ച് പറഞ്ഞത് എന്തിനാ? ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ. പരലോകം ഓർക്കാനാ, മരണം ഓർക്കാനാ, നന്നാവാനാ, കണ്ണ് കലങ്ങാനാ, കരയാനാണ്, മനസ്സലിയാനാണ് ഖബർ സിയാറത്ത്. ഇവിടെ ഉണ്ടാവുണ്ടോ? എന്നിട്ട് ഈ സ്ഥലങ്ങളിൽ എന്താ നടക്കുന്നത്? ആന വരുന്നു. എപ്പോ? ഉറൂസിന്, ഖബർ സിയാറത്തിന് വരികയാണ് ആന. ശിങ്കാരിമേളം, പിന്നെ ഫാസില ബാനുവിന്റെ ഗാനമേള, താജുദ്ദീൻ വടകന്റെ ഷോ, എല്ലാ കൊല്ലം ഷാഫിന്റെ ഗാനമേള. എവിടെ? മക്കാമുകളിൽ, ദർഗകളിൽ, ഉറൂസുകളിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കണതിന്റെ മുമ്പ് പറഞ്ഞ വാക്ക്,
അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എൻ്റെ ഖബറിനെ ഒരു ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുതേ. സ്വഹാബത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയാറുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു ഖബർ കണ്ടാൽ നിന്ന് കരയാറുണ്ടായിരുന്നു. ഓലൊക്കെ കരയാ. ഇവിടെ ഖബറിങ്ങ ചെന്ന് തുള്ളിച്ചാടി മധുവന്മത്തരാവുക. എന്നിട്ട് ആനയുടെ കുത്തേറ്റ് 3 പേർ മരിച്ചു. എവിടുന്ന്? ഖബർ സിയാറത്തിന് വന്നിട്ട്. ഈ കഥയാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ കൊണ്ട് നടന്നുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കപ്പെട്ടു. രോഗം മാറണില്ല, അതുകൊണ്ട് രോഗം മാറാൻ ഇന്നയാൾ തൊപ്പിയ വെള്ളമുണ്ട്, അതെടുത്ത് കുടിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടൊരു ചരട് കെട്ടിക്കുക, അല്ലെങ്കിൽ വലിയ വലിയ ഐക്കല്ല് കൊണ്ടുവന്ന് അരയിലോ കയ്യിലോ തണ്ണയിലോ കെട്ടിക്കൊടുക്കുക, ഇത് വെച്ചാൽ മാറുമെന്ന് ആരാ പറയുന്നത്? നമസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ നൽകിയത് തടുക്കാൻ ഒരാൾക്കും പറ്റൂല, നീ തടഞ്ഞത് നൽകാനും ഒരാളെ കൊണ്ടും പറ്റൂല. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം. രോഗം വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഡോക്ടറെ കാണണം, ചികിത്സിക്കണം, പ്രാർത്ഥിക്കണം, എല്ലാം ഇസ്ലാം പഠിപ്പിച്ച ഹലാലായ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കണം. തെറ്റായ ഒരു വഴിയും ഉപയോഗപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണല്ലോ നബി തങ്ങളുടെ മുമ്പിലേക്ക് കയ്യിൽ ഒരാൾ ഏലസ് കെട്ടി വന്ന സമയത്ത് അദ്ദേഹത്തിന് കൈ കൊടുത്തില്ല, ബൈഅത്ത് ചെയ്തില്ല. മറ്റൊരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, മൻ അല്ലക തമീമത്തൻ, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാകുന്നു. നമ്മൾ മുശ്രിക്കാക്കി എന്ന് പറയണ്ട, ഹദീസിന് വായിച്ചതാണ്. മൻ അല്ലക തമീമത്തൻ, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് വെച്ചിരിക്കുന്നു. എത്ര സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ഏത് മേഖലകളിൽ എടുത്തു നോക്കിയാലും നമുക്ക് അള്ളാഹുവിൻ്റെ ദീന് വ്യക്തമാണ്. ആ ദീനിലേക്ക് എന്തൊന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ടോ അതിൻ്റെ മാരകമായ അപകടങ്ങൾ നമ്മുടെ സമൂഹം ഇന്നും എന്നും അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിക്കുന്നവരാണ്. എല്ലാ പ്രസ്ഥാനക്കാരോടും ഞാൻ പറയാണ്, നമ്മൾ പരസ്പരം ഒരു സഹകരണം, അള്ളാഹിൻ്റെ ദീന് പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും തയ്യാറാവണം. തആവനൂ അലൽ ബിർരി വത്തഖ്വാ, പുണ്യത്തോട് തഖ്വയോട് നമ്മൾ സഹകരിക്കണം. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപങ്ങളോട് തിന്മകളോട് നമ്മൾ ഒരാളും നേതാവ് പറഞ്ഞാലും സംഘടന പറഞ്ഞാലും ലെറ്റർ പേഡിൽ എഴുതി തന്നാലും എന്തൊക്കെ ഭീഷണി മുഴക്കിയാലും തിന്മകളോട് ഷർറുകളോട് പാപങ്ങളോട് നിങ്ങൾ ഒരാളും സഹകരിക്കരുത്. നമ്മൾ മനുഷ്യരാണ്. സ്വാഭാവികമായും ചില സംഭവങ്ങൾ, ചില അബദ്ധങ്ങൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്താനും പറഞ്ഞു കൊടുക്കാനും നസീഹത്തോടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ദീൻ എന്നതൊരു ഗുണകാംക്ഷയാണ്. പരസ്പരം അത്തരത്തിലുള്ള നന്മ കൊണ്ടുള്ള നസീഹത്ത് നമുക്ക് ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിച്ചാൽ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ, യൻസുറുക്കും, അവൻ നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാലുകൾക്ക് അള്ളാഹു സ്ഥൈര്യം നൽകും. നമ്മൾ ദീനിനെ സഹായിക്കുന്നവരായി മാറണം, ദീനിന്റെ ശത്രുക്കളായി മാറരുത്. അള്ളാഹുവിന്റെ പ്രകാശത്തെ കെടുത്താൻ ഇവിടെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരി വലൗ കരിഹൽ കാഫിറൂൻ. അള്ളാഹുവിന്റെ പ്രകാശത്തെ ഇവിടെ ചിലർ വായ കൊണ്ട് ഊതിക്കളയാൻ, കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ പ്രകാശത്തെ അവൻ പൂർത്തിയാക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹിന്റെ ദീനിനെ ശരിയാവണ്ണം ഉൾക്കൊള്ളുക. റളീതു ബില്ലാഹി റബ്ബ, റബ്ബിനെ, അള്ളാഹുവിനെ റബ്ബായി നമ്മൾ അങ്ങ് തൃപ്തിപ്പെടണം. വമിൽ ഇസ്ലാമി ദീന, ദീനായി ഇസ്ലാമിനെ തൃപ്തിപ്പെടുക. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, നബിനെ പ്രവാചകനായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മൻ കാന ആഖിറു കലാമി, ആരുടെയെങ്കിലും അവസാനത്തെ കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവൻ പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കാൻ നമുക്ക് കഴിയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവനാകണം, ഉറക്കെ പ്രഖ്യാപിക്കുന്നവനാകണം, അത് പ്രബോധനം നടത്തുന്നവനാവണം. അതിനുവേണ്ടിയുള്ള ഒരു മഹത്തരമായ സംരംഭമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഇത്തരത്തിൽ കേരളത്തിലുടനീളം നൂറുകണക്കിന് തസ്ബിയ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്കുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ നിലകൊള്ളുകയും ചെയ്യണമേ. നമ്മുടെ പണി എന്താ? നമുക്ക് നന്മ കൽപ്പിക്കണം.
നമുക്ക് തിന്മ വിരോധിക്കണം, നമ്മുടെ ബാധ്യതയാണ്. അതിനാണ് ഈ കൂട്ടായ്മ, ഈ ഒരു ജമാഅത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മേഖലകളിലും സാധ്യമാകുന്ന നന്മകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഓൺലൈനിലായിക്കൊണ്ട് പീസ് റേഡിയോ എന്ന മഹത്തരമായ സംരംഭം എത്രയെത്ര സ്ത്രീകളിലും കുടുംബങ്ങളിലുമാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ സന്ദേശങ്ങൾ കേട്ട് പഠിക്കാൻ 10 ലക്ഷം ഡൗൺലോഡ്സുകൾ ഇതുവരെ കഴിഞ്ഞുപോയി. ഇപ്പോൾ പുതിയ പുതിയ കോഴ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് വിചാരിച്ചാൽ, ഒന്ന് തുറന്നു നോക്കാൻ കഴിഞ്ഞാൽ ധാരാളക്കണക്കിന് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അറബി ഭാഷ പഠിക്കാൻ, കുടുംബ കൗൺസിലിങ്ങൾക്ക് മക്കളെ നന്നായി ശരിപ്പെടുത്താൻ ആ റേഡിയോ സംവിധാനം നമുക്ക് ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞു അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്. വീഡിയോകൾ കണ്ടുകൊണ്ട് ദീന് പഠിക്കാൻ ജമീൽ ആപ്പ് എന്ന സംവിധാനമുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. മക്കൾ പിഴച്ചുകൊണ്ടിരിക്കുന്ന 4ാമത്തത് അൽഹംദുലില്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് പട്ടാമ്പിയിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനി ഇതാ വരാനിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ, പ്രൊഫഷണൽ രംഗത്തുള്ളവരായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് സഹായകമാകുന്ന രൂപത്തിൽ കടലുണ്ടിയിൽ വെച്ചുകൊണ്ട് പ്രൊഫൈസ് എന്ന പേരിൽ ഒരു വലിയ സംരംഭം വരാൻ പോവുകയാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ദീന് അറിയിച്ചു കൊടുക്കാൻ, എത്തിച്ചു കൊടുക്കാൻ പറ്റാവുന്ന എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുകയാണ്. ദീനിൻ്റെ വഴിയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമുക്ക് വേറെ താല്പര്യങ്ങളില്ല, ആരെയും പിടിച്ചടക്കാനില്ല, ആരെയും തളർത്താനില്ല, 1000 വോട്ടുകൾ കിട്ടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നില്ല, നമുക്ക് ആരെയും കാണിക്കാനുമില്ല. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ, അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. ലാ നുരീദു മിൻകും ആരുടെയും നന്ദി വാക്ക്, ആരുടെയും പ്രശംസ പോലും പ്രതീക്ഷിക്കാതെയാവട്ടെ നമ്മുടെ നന്മകൾ. സ്ത്രീകൾക്ക് വേണ്ടി വനിതാ വിജ്ഞാന വേദികൾ നടന്നുകൊണ്ടിരിക്കുന്നു. മഹത്തരമായ ഒട്ടനേകം സംരംഭങ്ങൾ വായിക്കാൻ നേർപ്പതും വാരിക നമ്മുടെ കൈകളിലുണ്ട്. വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം പഠിക്കാൻ, അത് ശരിയാവണ്ണം പഠിക്കാതെ അതിന്റെ ശരിയായ തലത്തിൽ അതിന്റെ മൻഹജു സലഫ് പാലിച്ചുകൊണ്ട് വായിക്കാതെ പോയപ്പോൾ ഒരുപാട് അബദ്ധങ്ങളിലും പിശകുകളിലും സംഭവിച്ചപ്പോഴാണ് QHLS-ന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി സിലബസിന്റെ അടിസ്ഥാനത്തിൽ അത് പഠിപ്പിച്ചു കൊടുക്കാനും ധാരാളക്കണക്കിന് ആളുകളിലേക്ക് അതിന്റെ ആശയത്തെ, അർത്ഥതലങ്ങളെ കൊണ്ടെത്തിക്കാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടനേകം സംരംഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനും നിങ്ങളും എവിടെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുക. ഞാനും എൻ്റെ കുടുംബവും എവിടെയാണ് ഉള്ളത്? പ്രിയപ്പെട്ട ഭാര്യമാരെ, ഭർത്താവിനോട് നമുക്ക് ബാധ്യതയുണ്ട്. ഭർത്താവ് എന്ന നിലക്ക് അദ്ദേഹത്തെ ആ മനുഷ്യനോടുള്ള അനുസരണ ഉണ്ടാവേണ്ടതുണ്ട്, മാന്യമായ നമ്മുടെ പെരുമാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. കുടുംബത്തിനോടുള്ള വലിയ ബാധ്യതകളിൽ ഒരു സ്ത്രീ എന്ന നിലക്കുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, 5 നേരം നിസ്കരിച്ചാൽ, വസാമത്ത് ഷഹ്റൻ, 1 മാസം നോമ്പ് നോറ്റാൽ, വഅതാഅത് സൗജഹ, ഭർത്താവിനെ അനുസരിച്ചാൽ, വഹഫദത് ഫർജഹ, ലൈംഗിക വിശുദ്ധി സൂക്ഷിച്ചാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന പറഞ്ഞത്. എത്ര ഗൗരവത്തോടെ ആ വാക്ക് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, മാന്യമായ നമ്മുടെ പെരുമാറ്റം കാണിക്കേണ്ടത് അങ്ങാടിയിലും മഹല്ലുകളിലും റോഡിലും ഒക്കെ നമ്മൾ ഉഷാറാണ്. വആശിറുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങളുടെ ഇണകളോട്, കുടുംബക്കാരോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി, ഏറ്റവും നല്ല മനുഷ്യൻ അവന്റെ വീടകങ്ങളിൽ ഉത്തമന്മാരായി മാറേണ്ടതുണ്ട്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നവരാകണം, അവരെ വേദനിപ്പിക്കുന്നവരായി മാറരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം, അവരുടെ ശാപമേറ്റു മേടിക്കുന്നവരായി മാറാതിരിക്കുക. മക്കളോടുള്ള നമ്മുടെ ബാധ്യത, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും റാഇൻ മസ്ഊലുൻ അൻ റഇയതിഹി, ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. മക്കളുടെ കാര്യം നന്നായി ശ്രദ്ധിക്കുക. അവർ വളർന്നു വരുന്ന സാഹചര്യം തികച്ചും വ്യത്യസ്തമായ അവസരങ്ങളാണ്. നല്ല ദീനീബോധവും തർബിയത്തും കൊടുത്ത് സ്നേഹത്തോടെ, ക്ഷമയോടെ അവരോട് പെരുമാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദീന് നമുക്ക് നിലനിർത്തി കൊടുക്കാൻ, അത് പഠിക്കാൻ, പഠിപ്പിക്കാനുള്ള എല്ലാ ചാൻസുകളും നന്നായി ഉപയോഗപ്പെടുത്തേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മനുഷ്യരെന്ന നിലക്ക് ഈ മഹത്തായ സംവിധാനങ്ങളെ കണ്ടറിഞ്ഞ്, അടുത്തറിഞ്ഞ് അതിൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ ഈ സംസാരത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ജിന്നുകളോട് പ്രാർത്ഥിക്കണം, നിങ്ങൾ മലായിക്കത്തുകളോട് പ്രാർത്ഥിക്കണം. ജിന്നുകളോട് പ്രാർത്ഥിക്കണതിന് കുഴപ്പമില്ല, മലായിക്കത്തുകളോട് പ്രാർത്ഥിക്കണതിന് കുഴപ്പമില്ല എന്ന ഏതെങ്കിലും ഒരു ലേഖനമോ ഒരു സംസാരമോ നമുക്കിടയിൽ എവിടെയെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ? ഇല്ല, നമ്മൾ പറയില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല, നമുക്കത് പറയേണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ആരോപണങ്ങളോ തെറ്റിദ്ധാരണകളോ ആരുടെയെങ്കിലും മനസ്സിനകത്തുണ്ടെങ്കിൽ തീർത്തും നിങ്ങളൊരു 2 മണിക്കൂർ ഇരുന്നു മനസ്സിരുത്തി പഠിക്കാൻ, വായിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കും ബോധ്യപ്പെടും ഇവിടെ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ. ആ നിലക്ക് കൂടെ നമ്മൾ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വിശദീകരണമായ ഹദീസുകൾ ഏതെങ്കിലും നിലക്ക് അതിന്റെ സംസമിന്റെ പോരിശ, നബി തങ്ങൾ പഠിപ്പിച്ച അജുവയുടെ മഹത്വം, ഖബറിനുള്ള അദാബ്, ഏതെങ്കിലും നബി പഠിപ്പിച്ച ഒരു ഹദീസിനെ നിഷേധിക്കുന്ന ഒരു ബുദ്ധിജീവിയായി നീ മാറിയാൽ തീർത്തും നീ വലിയ ഫിത്നയിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിനെ അംഗീകരിക്കുകയും നബി തങ്ങളുടെ ഒരൊറ്റ ഹദീസും ആവശ്യമില്ല എന്ന ബോധ്യവും ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ താങ്കളുടെ ആ ഖുർആൻ സ്വീകരണം പോലും വെറുതെയാണ് എന്ന ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കേൾക്കാനും പഠിക്കാനും വായിക്കാനുമുള്ള നല്ല ഒരു മനസ്സുണ്ടാവണം. നാളെ നരകത്തിൻ്റെ തീയായി മാറുന്ന പല ആളുകളുമുണ്ട്. അവരോട് പറയപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിൽ പ്രവേശിച്ചത്? ആ നരകവാസികൾ അന്ന് പറയുന്ന വാക്കുണ്ട്, വഖാലു, അവർ പറയും, ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ,
ഔ നഅഖിലു ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ ഞങ്ങൾ ഈ വെന്തെരിയുന്ന നരകത്തിൽ വീഴൂലായിരുന്നു. ഞങ്ങൾ കേട്ടില്ല, ഞങ്ങൾ ചിന്തിച്ചില്ല, ഞങ്ങൾ പഠിക്കാൻ ഒരുക്കമല്ല. ആ വാശിയെല്ലാം മാറ്റിവെക്കേണ്ടവരാണ് നമ്മൾ. ചിലരൊക്കെ പറയും, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ശരി തന്നെയാണ് പറഞ്ഞതൊക്കെ, പക്ഷെ എൻ്റെ ചങ്ങാതിമാരൊക്കെ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ചങ്ങാതിമാരുടെ കൂടെയാണ്. പരലോക കോടതിയിൽ ചിലർ വന്നിട്ട് പറയും, യാ ലൈതനാ യാ വൈലതാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ കഷ്ടമേ, ലമ്മത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്ന ചങ്ങാതിയെ എൻ്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേ. ആ ചങ്ങാതിനെ കൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയ്ക്ക് എത്തിയത് എന്ന് അവസാനം വിലപിച്ച് പറയുന്നവരുണ്ട്. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു, ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അവലൗകാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വഹും ലാ യഹ്തദൂൻ, അവർ പിഴച്ചവരോ അവർ ബുദ്ധിയില്ലാതെ സംഭവിച്ചു പോയ വല്ലതും ചെയ്തു കൂട്ടിയവരൊക്കെ ആണെങ്കിലും നിങ്ങൾ അവർ ചെയ്ത അബദ്ധങ്ങളൊക്കെ നിങ്ങളും പിൻപറ്റുകയാണോ എന്ന ഖുർആനിന്റെ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഹുദയിലേക്ക് വരിക. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്, നമ്മുടെ കണ്ണും നമ്മുടെ കാതും ഹൃദയവും പടച്ച റബ്ബിന് കൊടുക്ക. പടച്ചോൻ നമുക്ക് എന്തൊരു നിഅമത്ത് തന്നിട്ടുണ്ടോ. പടച്ച റബ്ബ് തന്ന എല്ലാ നിഅമത്തും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ചോദിക്കും, എന്ത് ചെയ്തു എന്ന ചോദ്യമുണ്ടാകും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. റബ്ബിന്റെ മുമ്പിൽ എല്ലാത്തിനും ചോദ്യമുണ്ടാകും. അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് ഈ ലോകത്ത് നിന്ന് അവസാനം വിട പറഞ്ഞ് 6 അടി മണ്ണിലേക്ക് ബർസഖിന്റെ ഖബറിന്റെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. പിന്നീട് ഒരു വലിയ മറയിലാണ് പരലോക കോടതി വരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ ആ ഖബറിനകത്ത് നമ്മുടെ നന്മ തിന്മകൾക്ക് അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്ന ഒരു ലോകമാണ് ആ ബർസഖ് മുതൽ നമ്മൾ അനുഭവിക്കുന്നത് എന്ന ബോധ്യത്തോടെ ഒരു നന്മയും നിസ്സാരമായി കാണേണ്ട പരലോകത്ത് വന്ന് യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എൻ്റെ ജീവിതകാലത്ത് കുറച്ചു നന്മ ചെയ്തിരുന്നെങ്കിൽ എന്ന് വിലപിക്കുന്ന അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ നമ്മൾ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ആളിക്കത്തുന്ന നരകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. ബാപ്പ മാത്രം പള്ളി, ഉമ്മ മാത്രം ക്ലാസ്സുകളിൽ, മക്കൾ പലരും സജീവ പ്രവർത്തകന്മാർ തുടങ്ങിയ അവസ്ഥക്ക് പകരമായി ഒറ്റ മനസ്സോടെ ഒരേ മനസ്സോടുകൂടെ നമ്മുടെ കുടുംബം ഏറ്റവും നല്ല ശാന്തമായ അവസ്ഥയിലേക്ക് വന്ന് വീടെന്ന് പറയുന്ന വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സഖനാ, നിങ്ങളുടെ ആശ്വാസത്തിന്റെ കേന്ദ്രമാണ് വീട്. മക്കൾക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിന് വീട്ടിലേക്ക് എത്തുമ്പോൾ സാന്ത്വനത്തിന്റെ പരിചരണം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടാൽ അവിടം മുതൽ നമുക്ക് ഈ ദുനിയാവും തന്നെ സുഖങ്ങൾ പലതും അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള നരകത്തിൽ നിന്ന് മോചനം നേടാൻ ആളിക്കത്തുന്ന മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്ന നരകത്തിന്റെ വിറകാകാതിരിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. റബ്ബന സ്രിഫ് അന്നാ ഇബാദുർ റഹ്മാൻ, റബ്ബന സ്രിഫ് അന്നാ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, ഞങ്ങളെ നരകത്തിന്റെ അദാബുകളിൽ നിന്ന് രക്ഷിക്കണേ റബ്ബേ. ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമാ. എത്ര ദയനീയമായ, എത്ര മോശമായ അവസ്ഥയാണ് ആ നരകം എന്നാലോചിച്ച് നോക്ക്. ദുനിയാവിലെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂട്. ഈ ദുനിയാവിലെ തീ നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ദുനിയാവിൻ്റെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂട്. ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾക്ക് പുറത്ത് കടക്കാനുള്ള ഒരു വഴിയുമില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടിക്കടക്കാൻ ഒരു ശഫാഅത്ത്, ഒരു ശുപാർശകനില്ല. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, മല്ലന്മാരായ കഠിനന്മാരായ മലക്കുകളാണുള്ളത്. തൊലികൾ കത്തിച്ച് നരകത്തിലിട്ട് വിറകാക്കി മാറ്റിയിട്ട് സുമ്മ ബദ്ദൽനാഹും ജുലൂദ, പുതിയ തൊലി കൊടുത്തിട്ട് വീണ്ടും ശിക്ഷ നൽകിക്കൊണ്ടിരിക്കും. തീയെങ്ങാനും ഒരു പൊടിക്ക് ശാന്തമായാൽ കുല്ലമാ ഖബതു വസിദ്നാഹും സഈറ, വീണ്ടും അതിനെ ആളിക്കത്തിച്ചു കൊണ്ടിരിക്കും. ആ നരകത്തിൽ നമ്മൾ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ പെങ്ങൾ, നമ്മോടൊപ്പം ജോലി ചെയ്തവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആരും പെട്ടുപോകാതിരിക്കാൻ ഉപദേശിക്കാനും പറയാനും പറഞ്ഞു കൊടുക്കാനാണ് നമ്മുടെ പണി. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, എത്തിച്ചു കൊടുക്കലാണ് പണി. അയനിക്കോട് അങ്ങാടിയിൽ ഇത് പറയലാണ് നമ്മുടെ പണി, പറഞ്ഞു കൊടുക്കലാണ്, വാട്സപ്പിൽ അയച്ചു കൊടുക്കലാണ്, ലഘുലേഖ കൊടുക്കലാണ്, പുസ്തകം കൊടുക്കലാണ്, ക്ഷണിക്കലാണ് നമ്മുടെ പണി. ഫദക്കിർ, ഉത്ബോധനം കൊടുത്തോളൂ. ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അത് ഉപകാരത്തിൽ പെട്ടേക്കാം. ആ ഉപകാരപ്പെടുന്ന നാഫിആയ ഇൽമായി മാറുന്ന ഒരു സദസ്സായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.